ഓക്കെ. ഓക്കെ, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ചർച്ച ഒരു ഡിസ്കഷന്റെ തുടർ ഡിസ്കഷനാണ്. ഒരു ലാസ്റ്റ് 2-3 ദിവസമായിട്ട് പല ഡിസ്കഷൻസിൽ ഈ LLM ആൻഡ് AI യുഗത്തിൽ പ്രോഗ്രാമറിന് പണിയാവും എന്നുള്ള ഒരു പൊതുധാരണയുടെ പുറത്താണ് ഉണ്ടായത്. അപ്പോ എന്താണ് അതിനൊരു സ്ട്രാറ്റജി പ്രോഗ്രാമേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആരായാണ് ഇതൊരു ഓപ്ഷൻസ് അറിയാനുള്ള ഒരു ചർച്ചയാണ്. അപ്പൊ പ്രോഗ്രാമർ അറ്റ് ദ ടൈംസ് ഓഫ് LLM ആൻഡ് AI. LLMs ആർ സെർച്ച് ഡൺ റൈറ്റ് ഓർ മോർ. അതായത് ഒരു LLM ഇപ്പൊ ഞാൻ ChatGPT മറ്റേ ഇത് നമ്മുടെ കോപ്പൈലറ്റ് അത് വന്നതിന് ശേഷം ഏകദേശം ഒരു 1.5 കൊല്ലം ഞാനൊരു റിസർച്ച് നടത്തി വിത്തൗട്ട് ഗോയിങ് ഇൻ ടു LLM. എനിക്ക് കോമ്പറ്റൻസ് ഉള്ള എബവ് ആവറേജ് കോമ്പറ്റൻസ് ഉള്ള വിഷയങ്ങളിൽ ക്യാൻ LLM ഔട്ട്സ്മാർട്ട് മീ എന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഞാൻ 3-4 പേരായിട്ട് അത് കോർഡിനേറ്റ് ചെയ്തിട്ട് I understood that even though they cannot psychologically overcome the direct experience and the learning and those kind of thing, but ഒരു merchandisable point of view, lot of people can emulate me all of a sudden. ഒരു സിമിലർ തിങ് ഒരു എന്താ പറയുക 2013 കാലഘട്ടത്തിൽ ഇൻ കൺസൾട്ടിങ് പ്രോഗ്രാമിംഗ് ഐ വാസ് ഡൂയിങ് റിയലി വെൽ. പെട്ടെന്ന് അന്നത്തെ മെഷീൻ ലേണിംഗ് പിക്ചറിലോട്ട് വന്നപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബ്രാഞ്ചാണ് മെഷീൻ ലേണിംഗ്. അത് ചെയ്യുന്നവർ ബുദ്ധിമാന്മാരാണെന്നുള്ളൊരു മീം വന്നപ്പോൾ എൻ്റെ കൺസൾട്ടിങ് ഇൻകത്തിനേക്ക് അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നെ ഞാനൊരു ക്ലവർ ഡിവൈസ് ഉണ്ടാക്കിയ ഐ ലേൺ മെഷീൻ ലേണിംഗ് ആൻഡ് ക്രിട്ടീക്ഡ് ഇറ്റ് ഫോർ ക്ലോസ് ടു 4-5 years or at least 6 years until COVID came. But that gave me unique insight into machine learning. And during that time, I learned something called transformer. ആ ട്രാൻസ്ഫോമർ ആണ് എന്താ പറയുക. പിന്നെ ട്രാൻസ്ഫോമർ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിതിൻ വർഗീസ് എന്ന ഒരാളുടെ അടുത്ത് നിന്ന് പഠിക്കാതെ അങ്ങനെ ആ ലേണിംഗ് ആണ് മെഷീൻ ലേണിംഗിൽ പലതിനെ കുറിച്ചും എനിക്ക് പറയാൻ സാധിച്ചത്. അതേമാതിരി ഒരു ഇത് അപ്പൊ നമ്മൾ ടെക്നോളജിയുടെ എഫിക്കസി ആണോ അത് നല്ലതാണോ എന്നുള്ളതല്ല, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ദ സൊസൈറ്റി ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ആസ് എ റിപ്പിൾ എഫക്ട്, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ഈച്ച് വൺ ഓഫ് അസ്. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് നമ്മൾ. ഓക്കെ, ഇപ്പൊ ഒരാളുടെ സ്കൂൾ ഓഫ് തോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയേഴ്സ് ഇനി പരമണ്ടന്മാരാവും. നല്ല ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ, ദേ ഡോണ്ട് നോ മറ്റേ ഹൗ തിങ്സ് വർക്ക്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് സൈക്കോളജിക്കൽ ഇന്റലിജൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തില്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു റയറ്റ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ വാചാടോപ വിദ്യയിൽ അത് കലാശിക്കാൻ ചാൻസ് ഉണ്ട്. സെമാൻറ്റിക്സ് എന്താ പറയുക അത് റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഡിക്ഷണറി ഇന്റർനെറ്റ് ആൾക്കാരുടെ ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് പല സ്ഥലത്തും കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പൊ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഒരു വേർഡ് ലുക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡിക്ഷണറിയിലൂടെ ഒരുതരം ബൈനറി സെർച്ച് നടത്തുന്നത്. ആദ്യം തന്നെ നടുക്ക് പോയി നോക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്താണോ. അതായത് നമ്മൾ പോലും അറിയാതെ ഇപ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഡിക്ഷണറിയുടെ ഏത് ഭാഗത്ത് വരും എന്നുള്ളത്. അവിടെ പോയി ആ പേജിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പണ്ട് എൻകൗണ്ടർ ചെയ്തൊരു വേർഡ് കാണും. ഒരു 3-4 വേർഡ് നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി എന്താ പറയുക എന്തെങ്കിലും നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ കിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ നോക്കാതെ അതിങ്ങനെ കാട് കയറി പോയാൽ ഒരു സെറൻഡിപ്പിറ്റി ഉണ്ടായിരുന്നു. ആ സെറൻഡിപ്പിറ്റി മറ്റേ ഗൂഗിളും മറ്റേ എന്താ പറയുക സിൻറ്റാറ്റിക് ലെവലില് യാഹൂ, ആൾട്ടാവിസ്റ്റ, ഗൂഗിള് അതൊക്കെ എടുത്ത് കളയുകയാണെന്നുള്ളതാണ് അന്നത്തെ കണ്ടുപിടുത്തമുണ്ടായിരുന്നത്. ഒരു സിമിലർ തിങ് അറ്റ് എ സെമാൻറ്റിക് ലെവലിൽ ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു ഭയമുണ്ട്. അത് ഒരു വ്യക്തി എന്ന നിലയിൽ സൊസൈറ്റിക്ക് അതിന് വലിയ കേടൊന്നുമില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ എ പേഴ്സൺ ലൈക്ക് മീ. ബട്ട് മൈ സൺ ഈസ് ആക്ച്വലി ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദിസ് ഇൻഡസ്ട്രി. അപ്പൊ അവരുടെയൊക്കെ ലൈഫ് എന്തായിരിക്കും? അപ്പൊ എങ്ങനെയാണ് ഈ ChatGPTയുടെ ഇറയില് നമ്മൾ പഠിക്കുക, എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുക? ഇനിയിപ്പോ ChatGPT ഒരു ലേണിംഗ് ടൂളായിട്ട് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് ഈ ചർച്ചയ്ക്കുള്ളത്. അപ്പോ പിന്നെ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഡിസ്റപ്റ്റ് ദ പ്രോഗ്രാമർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത്
ഈ ഗ്രൂപ്പിന്റെ ഒരു പൊതു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹൂ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ടെമ്പർമെന്റ് ഉള്ളവരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഒരു റോളായിട്ട് ഓപ്പറേഷൻസ് ചെയ്യും, പക്ഷെ ഒരു ടെമ്പർമെന്റൽ ഓപ്പറേഷൻസ് ആൾക്കാരല്ല. ഇപ്പൊ പ്രോഗ്രാമിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെന്റ് റിട്ടയർ ആയാലും പോവാത്ത ഒരു ഗ്രൂപ്പാണ് അത്. അപ്പോൾ ഇത് പ്രോഗ്രാമറിനെ എങ്ങനെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അഫക്ട് ചെയ്യും എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. പിന്നെ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ എന്തൊക്കെ ക്യാച്ചസ് ഉണ്ട്, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അത് ഒരാളുടെ ബ്രെയിനിലൊന്നും ഉദിക്കുന്നതല്ല, ചർച്ച ഡയലക്ടിക്സിലൂടെ വേണം അത് കണ്ടുപിടിക്കാൻ വേണ്ടി. പിന്നെ നെക്സ്റ്റ്, ഇറ ഓഫ് ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് ആർ ഓവർ. പണ്ട് ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡ്യൂ ഡിലിജൻസ്, പിന്നെ ഡിസൈൻ ഡിസ്കഷൻസ്, POC, ഒരു എന്താ പറയുക, മന്ത്സ് എടുക്കുമായിരുന്നു. അത് അജയിലൊക്കെ കുറെ കട്ട് ഷോട്ട് ചെയ്തെങ്കിലും സ്റ്റിൽ ആ POC സംസ്കാരം ഉപയോഗിച്ചിട്ടാണ് പല ആർക്കിടെക്ട്സുകളും ഒക്കെ ഇത് ചെയ്തിരുന്നത്. ചില ആൾക്കാർ POC ചെയ്യുന്നത് കോമ്പറ്റൻസ് ആണെന്ന് പോലും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും POCക്ക് എതിരായിരുന്നു. കാരണം ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിച്ചാൽ കിട്ടുന്ന ഇൻഫർമേഷൻ വെദർ സംതിങ് വർക്ക്സ് ഓർ നോട്ട് ആൻഡ് എക്സ്പെർട്ട് ടെസ്റ്റിമണി എന്ന് പറയും, അത് ഉപയോഗിച്ചിട്ട് കൂളായിട്ട് പല POCസും അവോയ്ഡ് ചെയ്ത് തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് ഞാൻ പോകുന്ന കമ്പനികളിൽ ഞാൻ സേവ് ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ POC സംസ്കാരം ഞാൻ എല്ലായിടത്തും കാണാം. കേരളത്തിലെ പല കമ്പനികളിലും ഈ പ്രൊമോട്ടർ CEO, CAO, CTO ഉള്ള കമ്പനികളിൽ അവിടുത്തെ മുഖ്യ പ്രൊമോട്ടറിന്റെ ആൾക്കാർ ഹാൻഡ്സ് ഓൺ ആണെന്ന് നോക്കാനും POC ചെയ്താലേ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇനി പ്രോഗ്രാമർ അനുഭവിക്കുന്ന അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ AI ഹെൽപ്സ് മാനേജേഴ്സ് ഓപ്പറേഷൻസ് പ്രൊഡക്റ്റ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പണ്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലാർജ് CAD സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പോൾ 10 മിനിറ്റ് എടുക്കും അത് കമ്പൈൽ ചെയ്യാൻ. അപ്പൊ ഇൻ ദോസ് ടൈംസ് 10 മിനിറ്റ്സ് കമ്പൈലേഷൻ ഉള്ള സോഫ്റ്റ്വെയർ വളരെ കുറവാണ്. ഇത് 3 മില്യൺ ലൈൻസ് വിഷ്വൽ ബേസിക്കും 1 മില്യൺ ലൈൻ C++ കോഡുള്ള ഒരു ഇതാണ്. അപ്പോൾ അതില് ഇൻക്രിമെന്റൽ കമ്പൈലേഷന്റെ കാര്യം പറയണേ. ഇനിയിപ്പോൾ അതല്ലാതെ കമ്പൈൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ സ്പൈസ് എന്നുള്ള പ്രോഗ്രാം തന്നെ അത് മാത്രം 17 മിനിറ്റ് ഒക്കെ എടുക്കുമായിരുന്നു. ഓക്കെ, കാരണം അത് ഒരു 30 കൊല്ലമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്ന സോഫ്റ്റ്വെയർ. 30 ഇല്ല, അന്നത്തെ ഇതിന് ഫോർട്രാൻ റൊട്ടീൻസ് വരെയൊക്കെ ഉള്ള ഒരു കോഡ് ബേസ് ആണ്. അപ്പോ ഇതൊക്കെ അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരുമ്പോ എന്താ പറയാ, കമ്പൈൽ ചെയ്യാന്ന് പറയും. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ബെറ്റർ ഇൻക്രെഡിബിൾഡ് അങ്ങനത്തെ ബെറ്റർ ബിൽഡ് ടൂൾസും ആൾക്കാർക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ കുറിച്ച് വിവരം വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴും പ്രോഗ്രാമേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഞാനത് ഒരു ബഗ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബഗ് ഉണ്ട് അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്ത ബഗ് ആണെങ്കിലും ബഗ് ഫിക്സ് ചെയ്തതായിട്ടൊക്കെ ഇട്ടിട്ട് ടൈം ബാങ്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ചിലപ്പോ മാനേജേഴ്സ് വന്നിട്ട് അത് ഇങ്ങനെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബഗ് തീരും എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ ഇറ്റ് അഫക്ട്സ് ദ പേഴ്സണൽ ലൈഫ് ഓഫ് മെനി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. അവർ പ്രൊഡക്റ്റീവ് ആവുമായിരിക്കും, പക്ഷെ അവരുടെ കാരണം ലൈഫിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫിന് റാൻഡംനെസ്സും അസിങ്ക്രോണി ഉണ്ട്, പക്ഷേ ഇൻഡിവിജ്വൽ വൺസ് എ സിങ്ക്രോണസ് ലൈഫ്. അപ്പോൾ IT ഇൻഡസ്ട്രിയിലെ മിക്ക ആൾക്കാരും ജോബ് ചൂസ് ചെയ്യുന്നത് അവരുടെ കരിയർ ഗ്രോത്ത് നോക്കിയിട്ടല്ല, എങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒളിച്ചിരിക്കാം എന്നുള്ളതാണ് അതിന്റെ അൽഗോരിതം. അപ്പോൾ ഇപ്പൊ ഈവൻ ഞാൻ കൺസൾട്ടിങ് മോഡിലാണ് പലപ്പോഴും ഞാൻ കരിയർ നടത്തിയിരുന്നെങ്കിലും എപ്പോഴൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ പോകാറുണ്ടോ അവിടെ ഒളിച്ചിരിക്കാനൊക്കെ അവസരം കിട്ടാറുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇതെടുത്ത് കാട്ടിക്കളയും. പിന്നെ എന്താ പറയാ, അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ബിസിനസ് അനലിസ്റ്റ് ആൻഡ് ഓർ പ്രൊഡക്ട് മാനേജർ വിൽ സ്പീക്ക് ലൈക്ക് ആൻ ആർക്കിടെക്ചർ. അപ്പോ എന്താ പറയാ, അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മിക്ക പ്രോഗ്രാമേഴ്സും അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ബോട്ടം അപ്പ് തിങ്കേഴ്സാണ്. അപ്പൊ അവര് എല്ലാത്തിലും നീ വെറുതെ ഡയലോഗിൽ അടിക്കുള്ളൂ, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ മുന്നിൽ നിൽക്കണവൻ പലപ്പോഴും പതർന്നതെന്ന് വെച്ചാൽ അവന് കോഡ് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോഡ് എടുത്തിട്ട് റീസൺ ചെയ്യാൻ പറയും. അപ്പൊ മിക്ക പ്രോഗ്രാമേഴ്സും റീസൺ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കില്ല, അവർ ബോട്ടം അപ്പ് തിങ്കർ ആയതുകൊണ്ട്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് അനലിസ്റ്റ്, പ്രൊഡക്ട് മാനേജർ, ഓപ്പറേഷൻസ് റോളുള്ളവർക്കും സ്ട്രാറ്റജി റോളുള്ളവർ സ്പീക്ക് ലൈക്ക് എ ടെക്കി ആൻഡ് വിച്ച് വിൽ പുട്ട് പ്രോഗ്രാമേഴ്സ് അണ്ടർ ഫർദർ പ്രഷർ. ഇനി LLM ഉണ്ടാക്കി വെച്ച വേറൊരു തൊല്ല പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ പരിചയത്തിലൊരു പുള്ളി കുറെ ആർട്ടിക്കിൾസ് എഴുതി റീസെന്റ്. അപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ റേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ കൂട്ടത്തിൽ 3 ആൾക്കാരേ ഉള്ളൂ. ഞാൻ പറയുന്നത് തെറ്റാണ്, തീർച്ചയായും തെറ്റാണ്, ആക്ഷൻ എടുക്കാതിരിക്കുന്ന ഒരു സെറ്റ്. ഞാൻ പറയുന്നത് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് തെറ്റ്, എന്താ ശരി, എന്നിട്ട് ആക്ഷൻ എടുക്കുന്നവരുണ്ട്. പിന്നെ
ഞാൻ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരി. ആക്ഷൻ എടുക്കാത്തവരുണ്ട്, ഇതിന്റെ ഇടയിലുണ്ട്. അപ്പൊ ഈ 3-4 ടൈപ്പ് ആർക്കിടൈപ്സ് ഉള്ളത്. അപ്പോ അവര് പലപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഞാൻ റേറ്റ് ചെയ്തുകൊണ്ട് മാത്രം അയാളെ പുച്ഛിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ എപ്പോൾ സംസാരിക്കുമ്പോഴും ഇത് ChatGPT ന്ന് കിട്ടിയതാണോ ChatGPT ന്ന് കിട്ടിയതാണോ എന്ന് പറഞ്ഞ് അവർക്ക് ChatGPT-യോട് വെറുപ്പ് മാത്രമല്ല അവരുടെ യൂട്യൂബ് നോക്കുന്നത് പോലും അവർക്ക് ഇല്ലാണ്ടായി. അപ്പൊ ഭയങ്കര ഈ be careful when accusing somebody that okay he's using ChatGPT, that's why he's able to do it. പക്ഷെ പ്രോബ്ലം എന്തായിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോ ഇങ്ങോട്ടേക്ക് കാസ്കേഡ് ചെയ്യാം. അപ്പോ ദിസ് ഈസ് വെരി ഈസി. അപ്പോ എന്താ പറയാ, വെദർ സംബഡി യൂസസ് ChatGPT or not, is he undersigning it that he has done it? Then that is a commitment. And if he cannot back it with psychological intelligence, അയാളെ നഷ്ടപ്പെടും. അപ്പൊ അയാൾ എക്സ്പോസ്ഡ് ആവും. പക്ഷെ മിക്ക ബുദ്ധിമാന്മാരും ChatGPT ഉപയോഗിച്ചിട്ട് അവരത് റീഫാക്ടർ ചെയ്തെടുത്തിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റേ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ബി കെയർഫുൾ. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോഗ്രാമേഴ്സിന് ChatGPT, കോപ്പൈലറ്റ്, LLM അറ്റാക്ക് ആണല്ലോ അവരുടെ വ്യക്തിത്വ ജീവിതത്തെയും അവർക്ക് ഇത്രയും ഇൻഡസ്ട്രിയിൽ കിട്ടിയിരുന്ന പ്രിവിലേജും. കാരണം പ്രോഗ്രാമേഴ്സിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഇൻഡസ്ട്രി ഉണ്ടായത്. അതേ പ്രോഗ്രാമറിനെ അബ്സ്ട്രാക്ട് ഔട്ട് ചെയ്ത് കളയുന്ന ആ പ്രോസസ്സിൽ ഈ എന്താ പറയുക സപ്പോർട്ട് ജോബിലുള്ളവർക്കും മുകളിലുള്ള മറ്റേ സ്ട്രാറ്റജിസ്റ്റ് ആൾക്കാർക്കും വളരെയേറെ അഡ്വാൻറ്റേജ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ all cannot become product managers, program managers, engineering managers, directors, VPs and those kind of thing. അപ്പോൾ എന്ത് പറ്റുമെന്ന് ഒരു ന്യൂ കൈൻഡ് ഓഫ് ഒലിഗാർക്കി ഇതിൽ നിന്നുണ്ടാവും. അപ്പോൾ പുതിയ പ്രോഗ്രാമേഴ്സിന് അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് ഐ ആം വെയിറ്റിംഗ് ടു സീ ഓക്കെ ഹൗ ദിസ് ഈസ് ഗോയിങ് ടു ഫാൻ ഔട്ട്. പിന്നെ എന്താണ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ഇമ്പാക്ട്സ് ഓഫ് JNI? ഇൻ ദ ഷോർട്ട് റൺ ഇറ്റ് ഈസ് ആക്ച്വലി ഇസ് നോട്ട് ഗോയിങ് ടു എന്താ പറയാ it is here, it is a reality, everyone will be forced to adopt it, otherwise okay you will be thrown out. But don't think that okay, it is going to help us. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടെക് ലീഡിന്റെ മുകളിലുള്ള ഏത് ജോബ് മേ ബി ഫസ്റ്റ് 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ how much ever smart you are, you require the right connections and the political acumen to climb the ladder or navigate the political structures. അത് ChatGPTക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇലൂഷൻ ഓഫ് കോമ്പറ്റൻസ് പലരിലും ഉണ്ടാക്കുകയും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതായത് പ്രാക്ടിക്കൽ ബെനിഫിറ്റ് ഇല്ല, പക്ഷെ ഇതൊരു ന്യൂസൻസ് മാതിരിയാണ്. അതിപ്പോ ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് ബാങ്കുകളിൽ പിയൂണാവണമെങ്കിൽ 10 തോക്കണമായിരുന്നു. അങ്ങനെ 10 തോറ്റോണ്ട് അതെന്താണ് അതിന്റെ അതായത് ഈ കളതരം കാണിക്കാണ്ടിരിക്കാനായിരിക്കും. കാരണം പിയൂണിന് വിവരം വെച്ച് കഴിഞ്ഞാൽ പുള്ളി രേഖ തിരുത്തും. അപ്പൊ 10ാം ക്ലാസ് പാസ്സാത്ത അങ്ങനെ കണ്ടൊരു ലോജിക്കാണ് അത്. അതായത് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, പുള്ളി പറഞ്ഞു ഞങ്ങൾ 3 പേര് ഇങ്ങനെ കാറിൽ യാത്ര, നല്ല മഴയുണ്ട്. അപ്പോ ഞങ്ങൾ 2 പേരോട് ഒരാൾ പറഞ്ഞു എന്റെ കമ്പനിയുടെ സിഇഒന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിലോട്ട് എന്റെ പേരും പോയിട്ടുണ്ടെന്ന് റെക്കമെൻഡേഷന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിന്റെ കഴിവുകേടിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. കാരണം മറ്റേ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സ്മാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് വേറെ ഒന്നും കൊണ്ടുപോകും. അതേമാതിരി എന്തോ ഒരു ലോജിക്കായിരുന്നു 10ാം ക്ലാസ്. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് PhD-ക്കാരെ വരെ കിട്ടുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് എടുത്തുകൂടാന്നുള്ള രീതിയിൽ വന്ന് പലതും തകിടം മറിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ നല്ല പഠിപ്പുണ്ടെങ്കിൽ പിയൂണാവാൻ പറ്റുള്ളൂ എന്നായി. അപ്പൊ ഈ ഇങ്ങനത്തെ കുറെ സോഷ്യൽ ഇൻവേർഷനൊക്കെ നടക്കാൻ പറ്റും. പിന്നെ LLMs പ്രൊഡക്ട്സിന്റെ ഉള്ളിൽ ഉണ്ടാക്കി. ഇപ്പൊ LLMs ഇപ്പൊ മെച്ചോർഡ് അല്ല, ഇവൻച്വലി മെച്ചോർഡ് ആവുമെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയും കുറെ ഒരു ഡാർവിനിയൻ ആർഗ്യുമെന്റ് ഉണ്ട്, വേരിയബിലിറ്റി കുറയും കണ്ടന്റിൽ. കാരണം ഏർലിയർ പീപ്പിൾ യൂസ് ടു ക്രിയേറ്റ് കണ്ടന്റ് അറ്റ് ബ്രിസ്ക് പേസ്. അപ്പോ നെറ്റിന് വേരിയബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ വേരിയബിലിറ്റിക്ക് വേണ്ടി ഫസിഫയർ ഇടുവോ, അത് ലോട്ട് ഓഫ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് ആർ കമ്മിങ്. അപ്പോ പ്രൊഡക്റ്റിലോട്ട് AI ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോ ഈ ബ്ലോക്ക് ചെയിൻ എനേബിൾഡ് ലഡു എന്നൊക്കെ പറഞ്ഞ മാതിരി ഇരിക്കുമോ? അപ്പൊ LLM ഒരു പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റർ ആയിട്ട് ഉപയോഗിക്കണോ? അത് ഷുഡ് ബി ഇൻകോർപ്പറേറ്റ് ഇൻ ടു പ്രൊഡക്ട്സ്. റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അത് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോ അങ്ങനെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ലാർജ് ഇത് കൺസെപ്ച്വലി കൊഹറന്റ് ആയിട്ടുള്ള ഏരിയയിൽ LLM will actually എന്താ പറയാ throw away a lot of ഇപ്പൊ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി ഇറ്റ് ഈസ് ഓൾറെഡി അഫക്റ്റിംഗ് ഇറ്റ്. അപ്പോ
ഹാസ് അഫക്റ്റഡ് ഇറ്റ് ബിക്കോസ് ഓഫ് LLMs. ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ബെറ്റർ ആയിട്ട് ചെയ്യുക? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജിന്റെ മോഡൽ കണ്ടിട്ട് ചെയ്യണോ, സബ്ജക്റ്റിന്റെ സെമാൻറ്റിക്സ് വെച്ചിട്ട് ചെയ്യണോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ പറയുക, എ മാൻ ഈസ് ആസ് ഗുഡ് ആസ് ദി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കിറ്റ് ഹീസ് ഹാവിംഗ് എന്നുള്ള രീതിയിലോട്ടൊക്കെ വേൾഡ് മാറാം. അപ്പോ ഇനിയിപ്പോ വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ചെസ്സിൽ സംഭവിച്ചാൽ ചെസ് വെൻ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് കമ്പ്യൂട്ടർ ചെസ്, ഓക്കെ, ഹ്യൂമൻസ് യൂസ് ടു ബീറ്റ് എന്താ പറയാ പ്രോഗ്രാമേഴ്സ്, ഓക്കെ, ലെവൽ 4-5 പ്രോഗ്രാമേഴ്സിനെ ഹ്യൂമൻസ് റെഗുലർലി ബീറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ 1990 ഒരു ഡീപ്പ് തോട്ട് എന്നുള്ളത്, ഡീപ്പ് ബ്ലൂ എന്നുള്ളതാണ് ഫേമസ്, ഡീപ്പ് തോട്ട് എന്നുള്ളൊരു കമ്പ്യൂട്ടർ 1989-90 അതൊക്കെ അതിലൊരാളുടെ പേര് തോമസ് അനന്തരാമൻ എന്നായിരുന്നു. അപ്പൊ ചെറിയ എന്നായിരുന്നൊക്കെ നമ്മൾ സിനിമ കണ്ടപ്പോൾ എടുത്ത് നോക്കി അങ്ങനെ അതിലോട്ട് കയറിയതാ. അവര് അതേ ടീം തന്നെ ഡീപ്പ് ബ്ലൂ ഉണ്ടാക്കിയത്. പക്ഷെ അതൊക്കെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോറിംഗ് ബേസ്ഡ് അൽഗോരിതം ആയിരുന്നു. 2015 മറ്റേ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ഇപ്പൊ ഗോ ഓട്ടോമേറ്റ് ചെയ്തതിന്റെ പുറകില് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയാ ആ അഡ്വാൻറ്റേജും നമുക്ക് പോയി കിട്ടി. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അപ്പൊ ഹ്യൂമൻസ്, പക്ഷേ സ്റ്റിൽ കോമ്പറ്റീഷൻ, ഹ്യൂമൻ കോമ്പറ്റീഷൻ ഉണ്ട്. അതേമാതിരി AI അവിടെ ഉണ്ടാവും, പക്ഷെ പല സ്ഥലത്തും ഹ്യൂമൻസിന് മെമ്മറി പവർ ഉണ്ടോ, ഇനി അങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടാവും. പക്ഷെ അപ്പോൾ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുറച്ച് കമ്പനിയിലോട്ട് റിച്ചസ് ഷിഫ്റ്റ് ചെയ്യും, കുറെ ക്രിയേറ്റീവ് ഡിസ്ട്രപ്ഷൻ ഉണ്ടാവും, കുറെ സോഷ്യൽ ഇതുണ്ടാവും, പിന്നെ കുറെ ഒപ്റ്റിമിസ്റ്റുകൾ അത് പറയും ഇതിനു മുമ്പ് കമ്പ്യൂട്ടർ. അപ്പൊ ബട്ട് ഐ എം സീയിങ് earlier, okay, when a new innovation came, there were actually space to expand. അപ്പൊ ഇപ്പൊ എന്താ പറയാ ഒരു വേൾഡ് ഒരു പർട്ടിക്കുലർ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെ ഫാൻ ഔട്ട് ചെയ്യും ഇൻ ദ ഷോർട്ട് റൺ ആസ് എ പ്രോഗ്രാമർ, ഹൗ യു ആർ ആക്ച്വലി ഗോയിങ് ടു ദിസ് തിങ്. അപ്പോൾ ഒരു ജോൺ മത്തായി എന്നുള്ളൊരു ഒരു പ്രോജക്ട് മാനേജർ ഉണ്ടായിരുന്നു UST-യിൽ. പുള്ളി 2015-ലോ 16-ലാണ് ഇത് പറഞ്ഞത്, എ ബഗ് ക്രിയേറ്റഡ് ബൈ ആൻ ഓട്ടോമേഷൻ കനോട്ട് ബി റെക്ടിഫൈഡ് ബൈ അനദർ ഓട്ടോമേഷൻ. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹോപ്പ്. അതായത് ഈ LLMs ഒക്കെ ഉപയോഗിച്ച് ബഗ്സ് ലേറ്റർ സ്റ്റേജിലോട്ട് കാസ്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാന്ന് വെച്ചാല് അവിടെ ഇറ്റ് ഈസ് എന്താ പറയാ ബാക്ക് ടു സ്ക്വയർ വൺ. ഇനിയിപ്പോ ഈ ഇൻഫോർമേഷൻ, ഇനി രണ്ട് ചോദ്യങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ കണ്ടന്റ് ഒരു പ്രൊജക്ടിന്റെ ഔട്ട്കമ്മിനെ ചിലപ്പോൾ 25% ബാധിക്കുള്ളൂ. അവിടെ നമുക്ക് കുറെ ടൈം സേവ് ചെയ്യാം. പക്ഷേ ഹ്യൂമൻ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യും? ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു സോഷ്യൽ സൈക്കോളജിയുടെ ആംഗിൾ വരുന്നുണ്ട്, പിന്നെ ആൾക്കാരുടെ ഇമോഷൻസ് വരുന്നുണ്ട്, വൈചാരികതയുടെ മുകളിൽ പവർ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരിയാവും അത്. അതായത് കുരങ്ങന്മാരുടെ കയ്യിൽ ചില കുരങ്ങന്മാരത് ഉപയോഗിക്കും. ഇനി ആ കുരങ്ങന്മാരത് റൈറ്റ്ലി ഉപയോഗിക്കുമോ എന്നുള്ളത് ഇപ്പൊ എന്താ പറയാ മര്യാദയ്ക്ക് ഉപയോഗിക്കാത്ത കുരങ്ങന്മാരാണ് ലോകത്തുള്ളതെങ്കിൽ മര്യാദയ്ക്ക് ഉപയോഗിക്കണവര് പെട്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഒരു നാട്ടില് പണ്ട് അത് ഒരു കഥ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രെഡിക്കമെന്റ് കണ്ടപ്പോ ഒരു നാട്ടില് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ അവര് എല്ലാവരും ഒരു പൊതു കിണറിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. അപ്പോ അത് വെള്ളം കുടിക്കുമ്പോ എന്ത് പറ്റി കഴിഞ്ഞാല് ഒരാൾക്ക് ഇൻഫർമേഷൻ കിട്ടും, നാളെ കാലത്ത് 12 മണിക്കും ആ ദിവസം അവിടെ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അയാൾ ഭ്രാന്തനാവുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്യും, വീട്ടില് വെള്ളമൊക്കെ നേരത്തെ കരുതി വയ്ക്കും. ആസ് യൂഷ്വൽ എല്ലാവരും ഭ്രാന്തന്മാരാവും. കുറെ കഴിഞ്ഞപ്പോ ഇയാള് തന്നെ പോയി അവിടെ പോയി കുടിക്കേണ്ടി വന്നു. പിന്നെ ഇയാൾക്ക് ഭ്രാന്താണെന്നായി. അപ്പോ ഈ ദിസ് ഈസ് എ വെരി ഗുഡ് ടെക്നോളജി ഫോർ സംബഡി ഹു വാണ്ട്സ് ടു ലേൺ. ഇപ്പൊ ഞാൻ ഇന്നലെ കടയപാതി സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ എൻകോഡിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഈ റോമൻ ന്യൂമറൽസ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്തും ഈ ഡെസിമൽ സിസ്റ്റം ഇത്രയും ഇവോൾവ് ആവാത്ത സമയത്ത് മറ്റേ പുരാണങ്ങളിലും ഈ എന്താ പറയുക ഈ പഴയ ഗ്രന്ഥങ്ങൾ 19-ാം നൂറ്റാണ്ട് വരെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ കടയപാതി സിസ്റ്റം, കാട്ടപായ ആദി മുതലായവ എന്ന സിസ്റ്റം വെച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നത്. എനിക്ക് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു 1.5 മണിക്കൂർ ചാറ്റ് എഞ്ചിനീയർ ചെയ്തപ്പോൾ ഞാനൊരു 1 or 2 months എടുക്കുമായിരുന്നു അത്രയും
content. Since I know the content and Sanskrit and the background material were there, I can even claim that, okay, I knew it long ago. പക്ഷെ അത് നമ്മുടെ ഒരു ഇന്റലക്ച്വൽ മൊറാലിറ്റിയെ ബാധിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ക്ലെയിം ചെയ്യാത്തത്. അപ്പോ ഈ ഇടയ്ക്ക് ഇൻഫർമേഷൻ തിയറി ഒന്ന് പഠിക്കേണ്ടി വന്നു. അപ്പോ had it not been for ChatGPT, I would not have been able to, കാരണം അറ്റ്ലീസ്റ്റ് റിക്വസിറ്റ് ബുക്സ് പോലും ഇല്ല. ആൻഡ് ഐ ആം സംബഡി ഹു ആക്ച്വലി എന്താ പറയാ യൂസസ് മറ്റേ പൈറേറ്റഡ് ബുക്സ് ഇൻഡെക്സ് ചെയ്യുന്ന ആളാണ് റെഗുലർലി. അപ്പോ ഈ ChatGPT ഡിഡ് വണ്ടേഴ്സ് അപ്പോ ഇൻ മോസ്റ്റ് ഓഫ് ദി സബ്ജക്ട്സ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പോ ദാറ്റ് ഈസ് എ ഗുഡ് ടൂൾ. പക്ഷെ അതെങ്ങനെ അതിന്റെ കാര്യങ്ങൾ പിന്നെ എങ്ങനെ അത് സൈക്കോളജിക്കൽ ഇന്റലിജൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോ ഈ എന്താ പറയാ ഈ ഇംഗ്ലീഷും മലയാളവും കൂടി കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ സ്റ്റഫ് ചെയ്യുമ്പോൾ ദൂരെ നോക്കുമ്പോൾ ഒരാള് ഇന്റലിജന്റ് ആവും തോന്നാമെങ്കിലും അയാളിൽ കുറെ മണ്ടത്തരങ്ങളൊക്കെ ഉള്ള മാതിരി ഈ ChatGPT ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, അത് എത്രത്തോളം അത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുമോ, ഇനി റെഗുലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇനിയിപ്പോ എക്സിസ്റ്റിംഗ് വേൾഡ് ഓർഡറിനെ തന്നെ തകിടം മറിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. സോഷ്യൽ ക്യാവോസിന്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോ ഒരു പ്രോഗ്രാമർക്ക് എന്തായാലും LLM ആൻഡ് AI, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രോഗ്രാമർക്ക്, ക്ലാസിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രോഗ്രാമർക്ക് അയാളുടെ ഫൺ ഇൻ പ്രോഗ്രാമിംഗ് എടുത്തു കളയാനും അയാൾക്ക് പണ്ട് കിട്ടിയിരുന്ന ടൈമോ ഒന്നും കിട്ടാൻ വഴിയില്ല. ഇപ്പൊ തന്നെ ബഗ് ഫിക്സ് ചെയ്തിട്ട് പ്രോഗ്രാമേഴ്സ് പെട്ടിരിക്കുകയാണ്. കാരണം ഇതിൽ ഫണ്ടില്ല. ഗ്രീൻഫീൽഡ് പ്രോജക്ട്സ് ആണെങ്കിൽ കിട്ടുന്നുമില്ല. ഇനിയിപ്പോ അങ്ങനെ ഗ്രീൻഫീൽഡ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ പ്രീ പാക്കേജ്ഡ് ആപ്ലിക്കേഷൻ ഒക്കെ പോകുമ്പോൾ ഒരു എന്താ പറയാ പ്രോഗ്രാമിംഗിൽ നിന്ന് പണ്ട് ജനറേറ്റ് ചെയ്തിരുന്ന അത്രയും ഇത് ചെയ്യുന്നില്ല. അതിന് മുമ്പിൽ കുരുമാരി ഈ ടെക്നോളജി വന്നിട്ടുണ്ടെന്നാണ്. ദർ ഇസ് നോ വേ അൺലസ് യു ഇനിയിപ്പോ ഇതിൽ നിന്ന് മാറി വെക്കണമെങ്കിൽ എക്സ്ട്രീംലി ക്ലവർ വേ ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഈ ചർച്ചയിൽ നിന്നോ തുടർ ചർച്ചയിൽ നിന്നോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഇതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവാത്തോണ്ടാന്ന് പറയും. ഇനിയിപ്പോ ഇതിനെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളെ അഫക്ട് ചെയ്യാൻ പാടില്ലാന്ന് പറയും. അപ്പോ ഒരു ഡയലക്ടിക്സിനുള്ളൊരു ടോപ്പിക്കാണ്. നൗ ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. അപ്പോൾ പറയാം. ആ ബ്ലോക്ക് ചെയിൻ എനേബിൾഡ് ലഡു ശരിക്കും ഉണ്ടായിരുന്ന സംഭവമാണോ? മീൻസ് അല്ല, അങ്ങനെ വന്ന് അങ്ങനത്തെ ഒരു അതായത് ടോക്കൺ മീനിനെ ട്രാക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ലഡു ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ടോക്കണൈസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ അല്ല. ഇത് കളിയാക്കി പറഞ്ഞല്ല, മനസ്സിലായില്ലേ? തിരുപ്പതിയില് ലഡുവിലൊക്കെ ഇനിയിപ്പോ ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് പണ്ട് ഒരു മുന്തിരി വന്നോ, അപ്പൊ ആ മുന്തിരിയുടെ ഒക്കെ എല്ലാം ട്രാക്ക് ചെയ്തിട്ട് ടോക്കൺസ് വെച്ചിട്ട് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് സീറോ നോളജ് പ്രൂഫ് വരെയൊക്കെ തപ്പുന്നത് കണ്ടു. പിടികിട്ടിയോ? അപ്പൊ അത് പറയുന്ന കാര്യമല്ല. അതിപ്പോ ഈ 2000-ലൊക്കെ ചെറുക്കന് ജാവ അറിയാം, അപ്പോൾ പെണ്ണിന് ശരിക്കും വന്നെന്ന് പിടികിട്ടിയ ചെറുക്കന് എഞ്ചിനീയർ ആണെന്ന് പറയുന്നത് ചെറുക്കന് ജാവ അറിയാന്ന് പറയുന്നത് തമ്മില് അന്ന് Y2K ഒക്കെ കഴിഞ്ഞ് ജാവ കത്തിക്കുന്ന സമയം. അപ്പൊ ഇതൊക്കെയാണ് ഇത് വരിക. അല്ല, ഓരോ കാലഘട്ടത്തിലും ആ മാറ്റം വരും. ഈ സംഭവം ഈ ചെസ്സിന്റെ കേസ് ഞാനും വൈശാഖും സംസാരിച്ചായിരുന്നു. എന്താണ് നിങ്ങൾ എന്താ സംസാരിച്ചല്ലേ? അപ്പൊ എന്നുവെച്ചാ അറ്റമെത്തിയത് ഇത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഏനെ ബീറ്റ് ചെയ്യുന്ന കാലം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. അതായത് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഹ്യൂമൻ ഏനെ ബീറ്റ് ചെയ്തത് 2015-ലാണെന്നാണ്. 2015-ലാണെങ്കിൽ ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ആലോചിക്കുക വേണ്ട ആ ഒരു സൈഡിൽ. അല്ല, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വന്നതിന് ശേഷം ആലോചിക്കണ്ട. ഏത് ചെസ്സിന്റെ റൂള് പോലും അറിയാതെ അവൻ ജയിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അപ്പൊ ട്രാൻസ്ഫർ ലേണിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ആലോചിക്കണ്ട. അല്ല, പിന്നെ എന്താണ് അതിന്ന് അപ്പൊ എന്തായാലും നിങ്ങൾ അതിൽ കണ്ട സൊല്യൂഷൻ എന്താ? അല്ല, സൊല്യൂഷൻ അല്ല, ഇപ്പൊ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അവിടെ മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലേ?
പറ്റുമല്ല. ഞാനൊരു അല്ല പക്ഷെ അത് അതിലോട്ട് നമുക്ക് വരാം. അതിന് മുമ്പ് ഞാൻ ഈ ചെസ്സിന്റെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇതാണല്ലോ, നമുക്ക് കുറെ ലെസൺസ് അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈശാഖ് കുറച്ചുകൂടി ചിലപ്പോൾ ബെറ്റർ ആയിട്ട് നമ്മളെയൊക്കെ ബെറ്റർ ആയിട്ട് ആൻസർ ചെയ്യും. വൈശാഖെ, ചെസ് ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കമ്പ്യൂട്ടർ ചെസ് കളിക്കുന്ന ആൾക്കാർ, അതായത് chess.com അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പ്യൂട്ടറായിട്ട് കളിക്കുന്ന ആൾക്കാരുടെയും കളി ഒരു വൃത്തികെട്ട രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാവുമല്ലോ ഇവന്മാർ എന്താ കളിക്കണേ എന്നുള്ളത്. ആ പ്രോബ്ലം കോമ്പറ്റീഷൻ സർക്യൂട്ടിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടോ? പക്ഷേ ഹലോ. അത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് മാഗ്നസ് കാൾസൺ ഒരു വീഡിയോയില് പറയണ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി ഈ എയുടെ ഇമ്പാക്ട്. അപ്പൊ ഇവര് കൊറേ ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് വന്നിട്ടാണ് ഇപ്പോഴുള്ള കുറെ കളിയൊക്കെ പുള്ളി ഒരു വീഡിയോയില് പറയേണ്ടത്, കാൾസൺ. ഈ എ ഇല്ലേ, എ വന്ന പിന്നെ ഇവർക്ക് ഓൾറെഡി മറ്റേ സാറിന് സ്റ്റോക്ക് ഫിഷ് സെർവർ ഉണ്ട്. പിന്നെ വേറെ കുറെ AI പേഴ്സണലൈസ്ഡ് AI പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഓരോ വലിയ വലിയ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനൊക്കെ. അപ്പൊ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഇതില് പ്രാക്ടീസ് ചെയ്യാൻ യൂസ് ചെയ്യും. അങ്ങനെ ചെയ്ത് ചെയ്ത് പുള്ളി പറയണ ഒരു മെമ്മറി ഗെയിമായി മാറിയ പോലെ പുള്ളിക്ക് തോന്നിയിരുന്നു, കാൾസിനെ. അത് അല്ല, പണ്ടും മെമ്മറി ഗെയിം ആയിരുന്നു, ഇപ്പൊ കൂടുതലായെന്നാണ് പറയണേ. കൂടുതലായെന്നാ പുള്ളി പറഞ്ഞത്. ആ ഒരു എന്താ പറയാ, ക്രിയേറ്റീവ് ഇതൊക്കെ പോയിന്നാണ് പറയണത് ആൾക്കാരുടെ. അതായത് അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, പണ്ടും ഈ മെമ്മറിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻസീവ് കാൽക്കുലേഷൻ ചെയ്യണമായിരുന്നു. അപ്പോ ഈ മെമ്മറി ഇപ്പൊ സൂസൻ പോൾഗർ ഒക്കെ ഇല്ലേ, മൈ ബ്രില്യൻ ബ്രെയിൻ എന്നൊരു ഡോക്യുമെന്ററി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ലീഗൽ ചെസ് പൊസിഷൻ അവർക്ക് ഹ്യൂമൻ ഫേസ് കാണുന്ന രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞത്. എന്റെ സ്ഥാനത്ത് പൊസിഷൻ ലീഗൽ അല്ലെങ്കിൽ അവർക്ക് എൻകോഡ് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അതൊരു പാർട്ട് മെമ്മറി പാർട്ട് മറ്റേ വെരിഫിക്കേഷൻ ഉണ്ടാവുമായിരിക്കും. ഏതാ പൊസിഷൻ അടുത്ത് എന്ത് കളിക്കണമെന്നോ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പൊ അങ്ങനെ ഒരു കമ്പ്യൂട്ടേഷന്റെ ആവശ്യമില്ല. ഈ പല എന്താ പറയാ, ഓരോ ഓപ്പണിംഗ് വേരിയേഷന്റെയും ചിലപ്പോ 20 ലെവലൊക്കെ പ്രീഫെച്ച് ചെയ്ത് വെക്കുമായിരിക്കും അല്ലെ ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. പണ്ട് 5 ആയിരുന്നെങ്കിൽ. പണ്ട് 5 ആയിരുന്നില്ല, എന്നാലും 20 മേലെ എന്തായാലും ഉണ്ടോ, ഷുവറാണ്. ഓക്കെ, അത് ഇവർക്ക് പാറ്റേൺ അറിയാൻ പറ്റുമല്ലോ, എന്നുള്ള മെയിൻ. പിന്നെ അല്ല കുറെ അപ്പൊ ഞാൻ ഗെയിംസ് ഒക്കെ ചോദിക്കണെന്ന് പെട്ടെന്ന് വെച്ചാല്, റീകോൾ ചെയ്യാൻ പറ്റും. അല്ല ഈ മറ്റേ മെഷീന് ഹ്യൂമൻസിനെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ കളിക്കാൻ പറ്റുമല്ലോ. കാരണം നമുക്ക് അത്രയും ട്രീ ഒന്നും, ഇപ്പൊ ട്രീ അല്ല, അത്രയും ഈ പാരാമീറ്റേഴ്സ് ഒന്നും പ്രോസസ് ചെയ്യാനുള്ള കഴിവില്ലല്ലോ ഹ്യൂമൻസിന്. അപ്പൊ ഞാൻ ചോദിക്കണെന്ന് വെച്ചാല്, ഈ അപ്പൊ ഒരു പ്രത്യേക സ്ട്രാറ്റജി ആയിട്ടൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ അടിക്കാലോ ഇപ്പോഴത്തെ ടോപ്പ് ആൾക്കാരെയൊക്കെ. അത് ഷുവർ അല്ല, ഒരുവിധം പ്രിപ്പയർഡ് ആയിരിക്കില്ല എല്ലാരും. കുറെ ഗെയിംസിന്റെ നോളജ് ഉണ്ടാവും, പിന്നെ പാറ്റേൺസ് അറിയാം. അല്ല, അപ്പൊ ഈ മാഗ്നസിനൊക്കെ ഇപ്പോഴും ഒരു ചെസ് പ്ലെയർ ആണെന്ന് പറയാൻ വേണ്ടി അവര് ആൾറെഡി പെട്ടുപോയത് കൊണ്ടാണ് പുതിയ ചെസ് പ്ലേയേഴ്സ് വരാതായിട്ടുണ്ടോ? പുള്ളി പറയണേ പുള്ളി ഇപ്പൊ ലാസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കാണ്ടിരുന്നത് പുള്ളിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ടില്ലേ, പുള്ളിക്ക് ആ ഒരു ഇതില്ലെന്ന് പറഞ്ഞിട്ടാണ്. ഇരയില്ലാന്നല്ലേ ഇവന്മാര് ചിലപ്പോ പൊട്ടിച്ചളയും. അത് പറയാം. ഇല്ലേ, അതായത് ഇല്ലേ, ഈ ഗാരി കാസ്പ്രോ ഒക്കെ പറഞ്ഞില്ലേ ലാസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോരായിരുന്നു. ഗുഗേഷ് അടിച്ചെങ്കിലും പുള്ളിക്ക് താല്പര്യം ഉണ്ടായില്ല. ഗാരി കാസ്പർ പറഞ്ഞില്ലേ നല്ലൊരു ചാമ്പ്യൻഷിപ്പ് ആയിരുന്നില്ല. അത് അവരുടെ തൊട്ടുണ്ടോ, പങ്കെടുത്തവൻ ജയിക്കും, അത് ഇതില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞാല് അപ്പൊ നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഭാഗികമായിട്ട് ചെസ് ഡി ഇൻസെന്റിവൈസ് ചെയ്തു. അപ്പൊ ലാലെ, ഞാൻ അത് ഇത്രയും ചോദിച്ചത് എന്താണെന്ന് വെച്ചാല്, പ്രോഗ്രാമിംഗ് ഡി ഇൻസെന്റിവൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഒരു പരിധി വരെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ, അതായത് ഈ റിപ്പീറ്റ് ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, അതായത് ലോജിക്ക് കാര്യമായിട്ട് വേണ്ടാത്ത ജൂനിയർ ഡെവലപ്പർ ചെയ്യുന്ന വർക്ക് ചെയ്യാനിപ്പോൾ ആളെ വേണ്ടാത്ത ഇതിലേക്ക് എത്തുന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബേസിക് സംഭവങ്ങളും പോവും. അപ്പോൾ ഇത് രണ്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാടുന്നല്ല, ആ രീതിയിലോട്ട് മാറേണ്ടി വരും.
ഓക്കെ, അതായത് അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫ്രഷേഴ്സ് ഇപ്പൊ ഈവൺ ഇഫ് ദേ ആർ നല്ല നോളജബിൾ ആണെങ്കിലും ഈ ഇൻടേക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഇത് കാരണം. ഇപ്പൊ ഈ ഇതിലൊക്കെയാണ് കൂടുതലും വ്യത്യാസം വന്നേക്കണത്, സപ്പോർട്ടിലൊക്കെ. പക്ഷേ അതൊരു മാറ്റർ ഓഫ് ടൈം ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം, ഡെവലപ്മെന്റ് സൈഡിലോട്ട് വരാൻ. ഞാനൊരു സ്റ്റോറി കേട്ടേക്കണം എന്താണെന്നറിയോ? അതായത് ഒരു സീനിയർ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് വലിയ വലിയ കാര്യങ്ങൾ ഓടിക്കുന്നു ഉള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട് ഞാൻ. അതായത് അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോ അതൊരു വലിയൊരു ഇതൊക്കെ ആയിട്ട് പറയും. അങ്ങനെ അതാണ് മെയിൻ. അല്ല അതിപ്പോ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൺസെപ്ച്വലി കൊഹറന്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കണമെങ്കിൽ ഈ നല്ലൊരു സീനിയറും ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് ആളുണ്ടെന്ന് പറയുന്ന ഒരു അത്രയ്ക്ക് പാഷനേറ്റ് ആയിരിക്കണം പുള്ളി. മറ്റേ എന്താ പറയാ, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗില്, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എഞ്ചിനീയർ പോസ്റ്റുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരാളെ വെച്ചാ പോരെ. അപ്പൊ അതെ, എന്താ സീനിയറിനെ ഒരാളെ റീപ്ലേസ് ചെയ്യുമെങ്കിൽ പിന്നെ അല്ല, റീപ്ലേസ് അല്ല അല്ലേ ഞാൻ പറഞ്ഞത്. അതായത് ഒരു സീനിയർ ജൂനിയറിനെ വെച്ചിട്ട് പണ്ട് 5 പേര് വെച്ച് ചെയ്യണ കാര്യങ്ങൾ അയാൾ ഒറ്റക്ക് ചെയ്യും. അതെ, മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ ഈ ഇതൊക്കെ കണ്ടായിരുന്നു, അതായത് ഈ ചെറിയ രീതിയിലുള്ള ഓർഡർ എടുക്കാനുള്ള മൊബൈൽ ആപ്പൊക്കെ, സെയിൽസ് ഓർഡർ എടുക്കാനുള്ള മൊബൈൽ ആപ്പൊക്കെ ഫുള്ള് ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കണം സെറ്റപ്പ്. അതായത് കോഡും ജനറേറ്റ് ചെയ്ത് കൊടുക്കും, എങ്ങനെ കമ്പൈൽ ചെയ്യണം, എങ്ങനെ APK ഉണ്ടാക്കണം, അപ്ലോഡ് ചെയ്യണം, കംപ്ലീറ്റ് സാധനങ്ങളും. അപ്പോൾ ഒരാൾക്ക് തന്നെ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് തന്നെ ചെറിയ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അല്ല, പണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിൽ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇന്റർനെറ്റിന്റെ അറൈവലിന് മുമ്പേ ഒരു പ്രോഗ്രാമർ ആണെങ്കിൽ പുസ്തകമൊക്കെ ആയിട്ട് സ്ട്രഗിൾ ചെയ്യണം, അങ്ങനെയൊക്കെ. ഈ സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കെ ഒരു കുറച്ച് ഇതൊക്കെ സ്റ്റാക്ക് ഓവർഫ്ലോ 2009 വന്നിരുന്നെങ്കിലും കോഡ് ഗുരു, കോഡ് പ്രൊജക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ന്യൂ വേവ് ഓഫ് കുറെ സൈറ്റ്സ് വന്നിരുന്നു. അത് വന്നപ്പോ തന്നെ എൻട്രി ബാരിയർ എളുപ്പമായി പ്രോഗ്രാമിങ്ങില്, കുറഞ്ഞ്. അപ്പൊ അങ്ങനെ കണ്ടീഷൻഡ് ആയിട്ട് കുറെ ആവറേജ് ആൾക്കാർ പ്രോഗ്രാമർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ വീണ്ടും മെയിൻ പ്രശ്നം എന്ന് വെച്ചാല്, കാലങ്ങളായിട്ട് ഞാൻ കാണുന്നത് വെച്ചാൽ ബുദ്ധിമാന്മാര് പ്രോഗ്രാമിങ്ങിലോട്ട് വരുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അതിൽ ഞാൻ അഗൈൻസ്റ്റ് ആർഗ്യുമെന്റ് പറയട്ടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഡെവലപ്പ് ചെയ്യണ ടൈമിലൊക്കെ ആ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ ബുക്ക് വായിച്ച് ചെയ്യുന്നൊരു ഇതുണ്ടായിട്ടുള്ളൂ. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്തുള്ള ഇതാണ് നമ്മൾ ചെയ്യുമ്പോഴും. ട്യൂട്ടോറിയൽസ് ആണെങ്കിലും ഡൗട്ടുകളാണെങ്കിലും ബഗ് ആണെങ്കിലും ഒക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എല്ലാ രീതിയിലും നെറ്റ് യൂസ് ചെയ്യണ ഒരു സംഭവമാണ്. അപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ അവിടെ ഉണ്ട്, അത് വേറെ രീതിയിൽ സർവ് ചെയ്യണം, വേറെ രീതിയിൽ ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടും. ഇപ്പോൾ ChatGPT വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി എന്താ പറയുക, ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ആ രീതിയിലല്ലേ. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളിപ്പോ 2008 കയറുമ്പോ വേൾഡിൽ സ്റ്റാക്ക് ഓവർഫ്ലോ വന്നിട്ടില്ലെങ്കിലും ബാക്കിയുള്ള ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 2003 2008 ടൂൾസ് വന്ന് നിങ്ങൾ വന്നിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോ സ്റ്റാക്ക് ഓവർഫ്ലോ ക്രിട്ടിക്കൽ മാസ് എത്തി, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി അങ്ങനെയല്ല പറയണേ. ഇപ്പൊ അതിനു മുമ്പ് ഞാനത് വേറെ രീതി പറഞ്ഞുതരാം. അതായത് പ്രോഗ്രാമിങ്ങിന്റെ എൻട്രി ബാരിയർ അത് കുറയ്ക്കും തോറും ഇതിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട് സൊസൈറ്റിയിൽ. അത് കുറെ പ്രോഗ്രാമേഴ്സ് ഉത്തരവാദികളാണ്. കാരണം ആദ്യ ജനറേഷൻ പ്രോഗ്രാമിംഗ് എഴുതാൻ പഠിച്ചതിന്റെ ബഗ് ഫിക്സ് ചെയ്യലായിരിക്കും പിന്നെയുള്ള ആൾക്കാരുടെ പണി. അത് സമ്മതിക്കൂ? ഞാൻ ആ സെയിം സാധനം ഞാൻ വേറെ രീതി ചോദിക്കട്ടെ. അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് വന്നത് ലോ ലെവൽ ലാംഗ്വേജിലോട്ടുള്ള എൻട്രി ബാരിയർ കുറയ്ക്കുകയല്ലേ ചെയ്തത്? അതെ, ഇപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു അതായപ്പോഴേക്കും ഹൈ ലെവലിൽ ഇപ്പൊ 90s ആയപ്പോഴേക്കും പാസ്കലൊക്കെ, ഇപ്പൊ ഞാനൊക്കെ കയറണക്ക് മുമ്പ് തന്നെ ലാംഗ്വേജിന്റെ അബ്സ്ട്രാക്ഷൻ അത്യാവശ്യം ഹൈ ആയിരുന്നു കിട്ടിയ. കമ്പയർഡ് ടു 70s ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് നടത്തി. പിന്നെ അങ്ങനെ ടൂളിങ്ങില്
വന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഒരു ഹൈ ലെവൽ ലാംഗ്വേജസ് 90s ഉണ്ടല്ലോ, ഏർലി 90s. അപ്പൊ ഞാനൊക്കെ കയറുമ്പോൾ തന്നെ C++ എക്സിസ്റ്റൻസ് ഉണ്ട്. ജാവ ഇല്ലാന്നുള്ളൂ. ജാവ പക്ഷേ ഇൻ 2 years ടൈം 95 അറ്റ്ലീസ്റ്റ് ഒരു 2000 ആയപ്പോഴേക്കും ആ ലാംഗ്വേജിന്റെ ആബ്സ്ട്രാക്ഷൻ ബാരിയർ ക്രോസ് ചെയ്തു. ഇവിടെ കിട്ടിയ ടൂളിങ് വന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് ഹ്യൂമൻ ഇന്റൻസീവ് ആയി ഒരു സമയത്ത്. അപ്പൊ എന്തുപറ്റിയെന്ന് വെച്ചാല് ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. 70s ഇന്ത്യയിലാണ് മറ്റേ ഒറാക്കിളിന്റെ ഒക്കെ കോർ എഞ്ചിനീയറിംഗ് നടന്നിരുന്നത്. പല കമ്പനികളുടെയും കോർ എഞ്ചിനീയറിംഗ് നടന്നത് 80 വരെയൊക്കെ നീണ്ട്. ഇപ്പൊ ഞാനൊക്കെ കയറിയപ്പോഴേക്കും ഔട്ട്സോഴ്സിങ്ങിന്റെ യുഗം തുടങ്ങി. ഇവിടെ കിട്ടിയ അപ്പൊ എനിക്ക് ഭാഗ്യത്തിന് ആ ലാസ്റ്റ് ഇയേഴ്സിന്റെ ലാസ്റ്റ് കുറച്ച് വർക്ക് കിട്ടിയോണ്ടാണ് എനിക്ക് അവരെന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ കിട്ടിയ അത് ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ കയറി ഇറങ്ങി, എനിക്ക് അതും കിട്ടില്ലായിരുന്നു. ഇവിടെ കിട്ടിയ അപ്പോ അങ്ങനെ നോക്കുമ്പോ ഈച്ച് ഇയർ സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് വേണ്ട കോമ്പറ്റൻസ് കുറവ് മതി കമ്പയർ ടു എസ്റ്റർ ഇയേഴ്സ്. ഇവിടെ കിട്ടിയ അപ്പൊ ദാറ്റ് ഹാസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ എന്തുപറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ഈ ആക്ടിവിറ്റിയിൽ വാല്യൂ കണ്ടില്ല. പിന്നെ പ്രോഗ്രാമേഴ്സിന് പൊതുവെ ഒരു ലോ സെൽഫ് എസ്റ്റീം ഉണ്ട്. അവര് കോട്ട് ആൻഡ് കോട്ട് ഹാർഡ് പ്രൊഫഷൻസ്, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, മറ്റേ ഈ ഡോക്ടർ, അവരുടെ മുന്നിൽ സ്വയം ഇൻഫീരിയർ ആണെന്ന് തള്ളിപ്പറയുന്ന വാസ്റ്റ് മെജോറിറ്റി ഓഫ് ആൾക്കാർ സോഫ്റ്റ്വെയറിലുണ്ട്. അത് മാനേജേഴ്സ് ഉണ്ടാക്കി വെച്ച പരിപാടിയാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ട് പ്രോഗ്രാമേഴ്സിനെ സൈഡ് ലൈൻ ചെയ്ത്. പിന്നെ കോഡിങ് എനി ഫുൾ ക്യാൻ ഡു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കറക്റ്റ് ഒന്നുമല്ല. കോഡിങ് കാര്യമുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോഡേൺ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബെറ്റർ കോഡും പെർഫോമൻസ് കോഡും എഴുതാം. അത് ഈ പറയണവനൊക്കെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ് കേൾക്കാത്ത ആൾക്ക്, എന്താന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്ക് C++ൽ ബബിൾ സോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ChatGPT ചെയ്യാലോ. അല്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ അവന് അതിപ്പോ ചിസ്റ്റാഡായിട്ട് സംഭവിച്ചാലിരിക്കും. അതായത് പലർക്കട സോഫ്റ്റ്വെയർ ചെയ്ത് ഇവരൊക്കെ ഏത് ഇ-കോമേഴ്സും മറ്റേതൊക്കെ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് മറ്റേ ChatGPT വന്നല്ലോ, ഒരു ഇത് വന്നപ്പോ ChatGPT വന്നപ്പോഴാണ് പലരും ഇത് ചെയ്തത്. അവരത് വെച്ച് ചെയ്തതിന്റെ കുഴപ്പമുണ്ടെന്ന്. പിന്നെ അവർക്ക് ഈ ലാസ്റ്റ് 20% ആർഗ്യുമെന്റ് തന്നെ വന്നത് അവിടെ നിന്നാ. വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് 20% ഓഫ് എനി പ്രോജക്ട്? കയ്യിൽ നിന്ന് കിട്ടുമോ? ഞാൻ പറയും, കാര്യം വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നല്ലോ അവിടത്തെ. ഒരു ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന നോർമൽ വർക്കുകളെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയാ, എബവ് 90% ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുവാണെങ്കിൽ പാടല്ലേ? അല്ല, അപ്പോഴും ആ 20% ഉണ്ട്. അത് ജൂനിയേഴ്സിനെ തലയിലേക്ക് ഇടാം എന്നുള്ള സീനിയേഴ്സിന്റെ ഒരു ധാർഷ്ട്യമല്ലേ നമ്മൾ കാണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോ ഫർദർ ആൾക്കാർ വരുമോ? ഇപ്പത്തെ ഓപ്പർച്യൂണിറ്റി നാളെ ഉണ്ടാവൂല. അല്ല, അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സ്റ്റിൽ ഡേ ഈ സാധനം വന്നേക്കാൻ മുമ്പ് ഈവൺ ഇഫ് സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ടെങ്കിലും പ്രോഗ്രാമേഴ്സിന് ഒരു ടൈം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴും പല കമ്പനികളിലും പ്രാക്ടീസസ്, കമ്പനികൾ ഇത് ഡെവലപ്പർ പ്രൊഡക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരുടെ മറ്റ് പ്രാക്ടീസസിലോട്ട് AI ഡ്രിവൺനെസ് കയറി വന്നിട്ടില്ല. പക്ഷെ ഒരു മാറ്റർ ഓഫ് ടൈം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ, ഇപ്പൊ ഞാൻ പല സ്ഥലത്തും ഇപ്പൊ തന്നെ ഈ പ്രൊജക്ട് മാനേജർ, സ്ക്രം മാസ്റ്റർ, അങ്ങനത്തെ ഒക്കെ റോൾസ് കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മിക്ക കമ്പനികളും ഓൾറെഡി സ്ക്രം മാസ്റ്റർ ഒക്കെ ഔട്ട്ഡേറ്റഡ് പോലെയാണ് കിടക്കുന്നത്. അല്ലാണ്ട് തന്നെ. പക്ഷെ എയും കൂടി വന്നു കഴിയുമ്പോൾ പ്രൊജക്ട് മാനേജറുടെ ഒക്കെ റോള് മിക്കവാറും ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയല്ല, പ്രൊജക്ട് മാനേജർ അഡ്മിനിസ്ട്രേറ്ററായി മാറാം. പ്രൊജക്ട് മാനേജർ എനിക്ക് തോന്നണമെന്ന് ഔട്ട് ആവാൻ സാധ്യതയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാ ടോപ്പ് ആൾക്കാർ വെച്ചിട്ടായിരിക്കില്ലല്ലോ ഒരു കമ്പനി ഓടുന്നത്. മിക്സ് ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു കടിഞ്ഞാട് പിടിക്കുന്ന ഒരാള് അവിടെ ആ റോൾ എടുക്കുന്ന ഒരാൾ വേണം. അത് പ്രൊജക്ട് മാനേജർ ആവണമെന്നില്ല.
അതെ ശ്രീധർ, ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ, അതായത് 10 പ്രൊജക്ട് മാനേജർ ഉള്ളിടത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റർ മതി. പക്ഷെ വർക്ക് അങ്ങനെ കുറയണമെന്നാല് വർക്ക് കുറയണ്ടേ? അതായത് ഇപ്പൊ എന്റെ എമൗണ്ട് ഓഫ് വർക്ക് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആൾക്കാർ സെയിം ആവും. ആ ചെയ്യുന്ന ടൈം കുറയുന്നല്ലേ ഉള്ളു. അപ്പൊ അത്ര മാനേജ് ചെയ്യാൻ പ്രൊജക്ട് മാനേജർ എന്നാലും വേണ്ടേ? അല്ല, ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം പീരീഡിൽ കുറച്ച് ആൾക്കാർ പോരെ. പക്ഷെ അതായത് എന്നാലും 6 മാസത്തെ വർക്ക് 3 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും ആ. അല്ലേ? അതെ, അപ്പൊ അപ്പൊ ആൾക്കാരെ കുറയ്ക്കുമല്ലോ ശരിക്കും. ഓക്കെ, അതായത് 6 മാസം കോസ്റ്റ് അല്ല നോക്കണേ. സോറി. അല്ല, കമ്പനി കോസ്റ്റ് നോക്കാന്ന് പറഞ്ഞാലേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഇപ്പൊ അത് രണ്ട് രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്ത് ലെഗസി കോഡിന് ഒരു പഞ്ഞമില്ല, ഡൗട്ടൊന്നുമില്ലല്ലോ. ആ ലെഗസി കോഡ് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുമ്പോഴോ ആണല്ലോ പുതിയ വർക്ക് വരുന്നത്. ഇനി അല്ലെങ്കിൽ ന്യൂ ബിസിനസ്സും ടെക്നോളജി അഫക്ട് ചെയ്ത് ഏതെങ്കിലും പൈപ്പ് ലൈനിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വരുമ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, ഒരു 6 മാസത്തെ പ്രൊജക്ട് 3 മാസം കൊണ്ട് ചെയ്താൽ ഒരു കൊല്ലം കൊണ്ട് മോർ പ്രൊജക്ട്സ് ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണോ പോണത്? അതെയോ ഇപ്പൊ 6 മാസം കൊണ്ട് സാധനം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 6 മാസം പണിയില്ലാതിരിക്കേണ്ടി വരും? റവന്യൂല് ലോസ് വരുമോ കമ്പനികൾക്ക്? ഞാൻ ആലോചിച്ചത് മറ്റേ രീതിയിലാണ്. ഏതാ? പെർസീവബിൾ റവന്യൂ ലോസേ വരുള്ളൂ എനിക്ക് തോന്നണത്. അല്ല, അപ്പൊ വരൂ. കാരണം എന്തായാലും അവര് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നണില്ല അങ്ങനെ എല്ലാവരും അങ്ങനെ എടുക്കുന്നുള്ളത്. താഴെത്തട്ടുള്ളവരെ ചിലപ്പോ അഫക്ട് ചെയ്യുമായിരിക്കും. ആ താഴെത്തട്ടിലവർക്ക് അഫക്ട് ചെയ്യില്ല, ജോബ്സ് ഉണ്ടാവും. പക്ഷെ അവർക്കൊരു മനുഷ്യ ഞാൻ ഡിസിഷൻ മേക്കിംഗ് താഴെത്തട്ടാണ് ഉദ്ദേശിച്ചത്. അല്ല, ഇപ്പൊ പുതിയൊരാൾക്ക് ഈ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ തോന്നണമെന്നുണ്ടെങ്കിൽ ഒരു വേറെ ഗതിയില്ല, വീട്ടില് നിർബന്ധമുണ്ട്, വരുമാനം വേണമെങ്കിൽ ഏറ്റവും എൻട്രി ബാരിയർ കുറഞ്ഞ ഫീൽഡാണല്ലോ പ്രോഗ്രാമിങ്. അത് ഡൗട്ടില്ലല്ലോ അല്ലേ? അതായത് ആക്ച്വൽ എൻട്രി ബാരിയർ, അതായത് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ല, ജോലി നിലനിർത്തുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൊണ്ട് അയാളുടെ പേഴ്സണാലിറ്റി തകർന്നു പോകും. അതായത് ലേ ലഡാക്ക് ടീം ലഡാക്കിലൊന്നും പോകണ്ട, ബഗ്ഗില്ലാതിരുന്നാൽ മതി എന്നാവും. മനസ്സിലായ? പിന്നെ കുറച്ചുകൂടി നല്ല സ്വഭാവവും. പ്രോഗ്രാമിങ്ങിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം ലൈഫിൽ ഒരു കാര്യം ഒറ്റയടിക്ക് ശരിയാവില്ല എന്നാണ് എല്ലാ പ്രോഗ്രാമറും വിശ്വസിക്കുന്നത്. അതാണ് പ്രോഗ്രാമിങ്ങിന്റെ ബിഗസ്റ്റ് കോൺട്രിബ്യൂഷൻ. അപ്പോ ഇതിപ്പോ ഈ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഒരു 2016 ഒക്കെ ആയപ്പോൾ ഒരു ചർച്ച നടന്നു ഫയ എന്നുള്ളൊരു കമ്പനിയിൽ. അപ്പൊ അവിടുത്തെ CEO പറഞ്ഞ്, ഇപ്പോഴത്തെ കാലത്ത് ഈ മറ്റേ സെർച്ച് ടൂൾസ് ഒക്കെ ബെറ്റർ ആയതുകൊണ്ട് ഈ പയ്യന്മാരിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ 2 ജൂനിയേഴ്സിന് ഇട്ട് കഴിഞ്ഞാൽ അടിച്ച് കരപ്പയിൽ ഇരുത്തി തരുമെന്ന് പറഞ്ഞു. ഞാനൊന്നും വേണ്ടിയൊന്നുമില്ല, അതിലൊരു വാസ്തവം ഉണ്ടല്ലോ എന്നുള്ള ഇത് തന്നെ. പക്ഷെ ആ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായ? ഇപ്പൊ AI ഉള്ളപ്പോ ഞാൻ ഫേസ് ചെയ്തത് അത് നമ്മളുടെ ഇവിടെ ബിസിനസ് ഓടുന്നത് 10 കിലോ പൊക്കുന്ന വർക്കാണ് ആയതുകൊണ്ടല്ലേ അത്. അതെ അല്ല, അങ്ങനെ ഞാൻ പോലും പെർസീവ് ചെയ്തപ്പോഴാണ് എനിക്ക് മറ്റേ ഡീപ് ടെക് വർക്ക് വന്നേ. മനസ്സിലായോ? അപ്പൊ വന്നപ്പോഴാണ് ഈ കുറെ ആൾക്കാരുടെ വാട്ടറിനോ മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായി? അപ്പൊ ആ ഏരിയ ഫോക്കസ് ചെയ്യും. അവിടെയാണ് ഇതിന്റെ കാര്യം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫിലെ ഭയങ്ങൾ 1996 ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് ഈ കേരളത്തിൽ ഇന്റർനെറ്റ് തന്നെ. അതിന് മുമ്പ് നിങ്ങൾ ന്യൂയോർക്കിലോട്ട് ഡയൽ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഞാൻ അന്ന് ഭയന്നിരുന്നതെന്ന് വെച്ചാൽ, എല്ലാവർക്കും മാത്തമാറ്റിക്സിന്റെ ബുക്കൊക്കെ കിട്ടുമല്ലോ, ഇവരൊക്കെ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറെ സോവിയറ്റ് യൂണിയന്റെ ബുക്സ് ഒക്കെ സീക്രട്ട് ആക്കി വെച്ചോണ്ടിരിക്കുന്ന കാലം അത് കിട്ടിയാ. അപ്പൊ ഭയന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോ കോഡ് പ്രൊജക്ട്, പിന്നെ എനിക്ക് മാഗസിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. നോക്കിയപ്പോ കോഡ് പ്രൊജക്റ്റിലൊക്കെ മാഗസിനിൽ കാണുന്ന സാധനമൊക്കെ ആർക്കിടെക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ആ ഫോറം അടിച്ച് നമ്മളെ കാട്ടിക്കളയുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഗൂഗിൾ വന്നു. ഗൂഗിൾ വന്നപ്പോൾ അനന്ത സാധ്യതകൾ. പക്ഷെ ആൾക്കാരത്
ഫോൺ കാണാൻ ഉപയോഗിച്ച്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ പിന്നെ പിന്നെ വന്നത് നെക്സ്റ്റ് ജനറേഷൻ കൊളാബറേറ്റീവ് ടൂൾസ് ആണ്. വെബ് 2.0 കുറെ ടൂൾസ് വന്നു. അപ്പൊ അപ്പോഴും നോളജ് കൂടുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ഡിസ്ട്രാക്ഷൻ അപ്പുറത്ത് കൂടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ടെക്നോളജികൾ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മനുഷ്യർക്ക് ഉണ്ടാവുന്ന എന്താ പറയാ ഈ പല അപജയങ്ങൾക്ക് കോമ്പൻസേഷൻ ആയിട്ടേ വരുന്നുള്ളൂ. ChatGPT വരണ കാലത്തെ മനുഷ്യർ അതേമാതിരി നിന്നു. ChatGPT മുന്നോട്ട് വന്നാലേ പല ഡേഞ്ചറും മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു തിയറി എനിക്കുണ്ട് കേട്ടോ ശ്രീത്തെ. പിടികിട്ടിയ? അപ്പൊ ഈ പറയുന്ന അതിപ്പോ പണ്ടാണെങ്കിലേ ഇപ്പൊ ഈ പണ്ടൊക്കെയാണ് ഇപ്പൊ ഓപ്പൊക്കെ പറഞ്ഞ ബയോളജിയിലൊക്കെ പല ഡേഞ്ചറസ് എക്സ്പെരിമെന്റ്സ് ഒക്കെ എടുത്ത് കളയായിരുന്നു. മനസ്സിലായില്ലേ? എത്തിക്കൽ ഇഷ്യൂ ഉണ്ട്, മറ്റേ സൈബോർഗനെ ഉണ്ടാക്കുന്നത് ശരിയല്ല, പിന്നെ ഹ്യൂമന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതൊക്കെ ആവുന്നതുകൊണ്ടാണ് ഈ ചിപ്പൊക്കെ ബോഡിയിലോട്ട് കയറ്റാണ്ടായത്. പിടികിട്ടിയ? മോറൽ കോഡ് ഓഫ് കണ്ടക്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഹൈപ്പർ മീഡിയ വേൾഡില് അങ്ങനെ വെക്കാൻ പറ്റൂ? അപ്പോ ഒറ്റ കാര്യമുള്ളൂ, അതായത് പ്രോഗ്രാമേഴ്സ് ഹു ത്രൈവ്ഡ് ഓൺ അതേഴ്സ് ഇഗ്നോറൻസ് കനോട്ട് ത്രൈവ് ദ വേ ദേ യൂസ് ടു. അപ്പൊ ഇത് ആരാണോ ഇത് ഉണ്ടാക്കിയത് അവർക്കിട്ട് തന്നെ അടിച്ച് ഒരു ബൂമറാങ് എന്ന് ഞാൻ പറയുള്ളൂ. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബൂമറാങ് ആയത് ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇപ്പൊ സൈലന്റ് ആയിട്ടുണ്ട് എന്തായാലും. പക്ഷെ അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല് ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് ChatGPTയിൽ വിവരം ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾ അതിനെ വിമർശിക്കണം. അപ്പൊ നിങ്ങൾ അതിന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയും. കുറെ കഴിയുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസമായി മാറും. അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കും ജെന്യൂൻലി ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാകും. പക്ഷെ ഇതിന്റെ ഡിസ്ട്രക്റ്റീവ് പവർ ഉണ്ടല്ലോ, ക്രിയേറ്റീവ് ഡിസ്റപ്ഷൻ ഇല്ലെങ്കിലും ഇറ്റ് വിൽ ഡിസ്റപ്റ്റ് യുവർ ലൈഫ് ഫോർ ഷുവർ. കാരണം ദ വേ ഇപ്പൊ എന്റെ ലൈഫിൽ തന്നെ ഒരു 7-8 സ്ഥലത്ത് ടെക്നോളജി ചേഞ്ചസ്. ഇപ്പൊ ഞാൻ പറയാം, ഇന്റലിജൻസ് എന്നുള്ള ടെക്നോളജി അറിയോ? അതായത് അതിനെ ഇന്റലിജൻസിനെ ജാവക്കാരൻ എന്താ പറഞ്ഞേ? ഈ ഡോട്ട് അടിക്കുമ്പോ മെത്തേഡിന്റെ പേര് വരുന്നതിനെ ഇന്റലിജൻസ് എന്നുള്ള ടെക്നോളജി കേട്ടോ ശ്രീത്ത്? അപ്പൊ ഇന്റലിജൻസ് വന്നപ്പോ ഇല്ലേ, എനിക്ക് അന്ന് 800 വിൻഡോസ് API ഉണ്ടെങ്കിൽ ഏകദേശം 450 ഫംഗ്ഷൻസിന്റെ പാരാമീറ്റർ വരെ എനിക്ക് അറിയാമായിരുന്നു. അപ്പോ ഞാൻ പക്ഷെ അത് ഒരു എഡ്ജായിട്ട് ഉണ്ടാക്കിയതല്ല, അത് ഒറ്റയടിക്ക് പോയി 1998 ഒക്ടോബറിൽ. ഇനി അതിനു മുമ്പ് MS-DOSന്റെ ഇൻട്രപ്റ്റ്സും ബയോസിന്റെ ഇന്റർവ്യൂ കൾച്ചറിൽ അത് ഇപ്പോഴും ഉണ്ട്. അല്ല, പക്ഷെ എനിക്കിപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഇന്റർവ്യൂ കൾച്ചറിന്. അല്ല, എഡ്ജ് അല്ല, എഫക്റ്റീവ്ലി ഗ്രൗണ്ടിൽ അതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഗ്രൗണ്ടിലുള്ള ഗുണമല്ല, നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണം, ഇങ്ങനത്തെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ. അവിടെ എവിടെയാ ഇതിന്റെ ബെനിഫിറ്റ്? ഇത് പറയാവില്ലേ? അതായത് അവനും ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ലെവലിലാണ് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ എക്സ്പീരിയൻസിനെ ലേബൽ ചെയ്യാനാണ് ജാർഗൺസ് ഉപയോഗിക്കണേ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ChatGPT പേടിയില്ലാതുണ്ട്. പിടികിട്ടിയ? പക്ഷെ നമ്മള് മറ്റേ ഓണ്ടോളജിന്ന് എക്സ്പീരിയൻസ് സീക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. പിടികിട്ടിയ? അപ്പൊ എക്സ്പീരിയൻസ് സീക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് പ്രാക്ടിക്കൽ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അത് വെരിഫൈ ചെയ്തെടുത്താൽ പോരെ. ഇന്ന സ്ഥാനത്ത് നിങ്ങൾ ChatGPT വഴി ഇപ്പൊ പുതിയൊരു സാധനം കണ്ട്, ഒരു അൽഗോരിതം കണ്ട്, ഇനി അത് ഉപയോഗിക്കാൻ നോക്കുമ്പോ പണിയല്ലേ? അത് ഓർത്ത് വെക്കണം. ഇങ്ങനെയൊക്കെ മറ്റേത് എക്സ്പീരിയൻസിനെ ക്ലവർലി ലേബൽ ചെയ്താൽ മതി. അപ്പൊ ഈ മെയിൻ പ്രശ്നം എന്താ വെച്ചാല് അതിപ്പോ ഗൂഗിള് വായിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ന്യൂസൻസ് ഉണ്ട്, പക്ഷെ റിയൽ എഫക്റ്റ് ഒന്നുമില്ല. മന്ദബുദ്ധി തന്നെ ആയിരിക്കും ഇത് വന്നാല്. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ
പണ്ട് ബുദ്ധിമാനം ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് മന്ദബുദ്ധികൾക്ക് അതിപ്പോ പണ്ട് ഇപ്പൊ ഒന്നുമല്ല. സൗത്ത് ആഫ്രിക്കയിൽ ഒരു ആന്ത്രോപോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ സയൻസ് ഈസ് എനി ഡിസിപ്ലിൻ in which fool of this generation can go far beyond the point reached by the genius of earlier generation. കഴിഞ്ഞ കാലഘട്ടത്തിലെ ഏതൊരു ബുദ്ധിമാനേക്കാളും ഈ കാലഘട്ടത്തിലേക്ക് വിഡ്ഢിക്ക് പോകാൻ പറ്റുന്നത് എന്തോ അതിനെയാണ് ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അപ്പോ പണ്ടെന്ന് വെച്ചാൽ ജനറേഷൻ 30 കൊല്ലമായിരുന്നെങ്കിൽ അത് 20 കൊല്ലമായി ചുരുങ്ങി ഇപ്പൊ 3 കൊല്ലമായി മാറിയതേ ഉള്ളൂ. ഇവിടെ കിട്ടിയ അപ്പൊ നിങ്ങൾക്ക് ആ എഡ്ജ് കിട്ടില്ല, മനസ്സിലായില്ലേ? നോളജ് കുറച്ചുകൂടി ട്രാൻഷ്യന്റ് ആയി, സ്പാൻ കുറഞ്ഞ്. മനസ്സിലായില്ലേ? കാരണം ഈ നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് റൈറ്റ് ആണെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കോഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയണേ? ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കാതെ അറിയില്ല. അല്ല അപ്പൊ അതിന്റെ ആ ഇൻറ്റ്യൂട്ടീവ് നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ at a personal level still we can exploit the മണ്ടത്തരംസ് ഓഫ് പീപ്പിൾ. പക്ഷേ സോഷ്യൽ ലെവലിൽ ഇത് അഫക്ട് ചെയ്തത് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് ഹ്യൂജ് ആണ്. കിട്ടിയ അപ്പൊ നമ്മളെ സ്വീപ്പ് ചെയ്യും. ഇപ്പൊ നമ്മുടെ അയൽക്കാര് കള്ളന്മാരായി കഴിഞ്ഞാൽ നമ്മള് പാവപ്പെട്ടവരായാലും കുഴപ്പമില്ല, അയൽക്കാർ എപ്പോഴും പൈസക്കാരായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവര് നമ്മുടെ വീട്ടിൽ നിന്ന് കക്കും, അല്ലേ? അപ്പൊ വീട് ഉള്ളിൽ വേണമായി, മനസ്സിലായ? അപ്പൊ വീല് നല്ല വീക്ക്നെസ് ഉണ്ട്, അത് അതിനെ ബാധിക്കും. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ആവറേജ് ആൾക്കാരാണ് നിങ്ങളുടെ ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ. ആണ് നിങ്ങൾ അതിന്റെ മുകളിൽ ചെയ്ത അവരുടെ പണി കൂടി നിങ്ങൾ എടുക്കേണ്ടി വരും. റിട്ടേൺ ശരിയാണോ? അതിപ്പോ മറ്റേ ചില മാനേജർ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡെലിഗേറ്റിംഗ് എന്ന്. ഒരു പ്രോഗ്രാമർക്ക് മര്യാദയ്ക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അവന് ഫണ്ട് വേണം. അവന് ഡെലിഗേഷൻ വരൂല. അവൻ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പണ്ടേ പ്രോഗ്രാമർ ആവില്ലായിരുന്നു. ശ്രീദാസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രശ്നം? ഇനിയിപ്പോ നിങ്ങൾ ടെക് ലീഡായെന്ന് വെച്ചോ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ആഗ്രഹമുള്ള മൊഡ്യൂൾ വേറെ കൊണ്ടുപോകും. അപ്പൊ ക്രോസ് അലൊക്കേഷനും മറ്റേതുള്ളതൊക്കെയാണ് ഇതിന്റെ ഫണ്ട്, മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാം, പുസ്തകം വായിക്കാത്തവന്റെ മന്ദബുദ്ധിത്തരം ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ അവൻ തത്വത്തിൽ മണ്ടനാണ്, പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ വരുമ്പോ അവന് ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കേണ്ടി വരും. എവിടെ കിട്ടിയ പിന്നെ ഈ പ്രൊഡക്ട് മാനേജറിന്റെയും പ്രോഗ്രാം മാനേജറിന്റെയും ഈ ബിസിനസ് അനലിസ്റ്റിന്റെയും യാഥാർത്ഥ്യ ബോധത്തിൽ നിരക്കാത്ത അവന്റെ വൃത്തികെട്ട ഇളി കാണണം. അപ്പൊ തന്നെ പ്രോഗ്രാം ചെയ്യാനുള്ള എല്ലാ ശക്തിയും പോകും. ശരിയാണ്? നിങ്ങളുടെ ചുറ്റുമുള്ള പ്രൊഡക്ട് മാനേജറിന്റെ അടുത്തൊക്കെ ഇപ്പൊ നിങ്ങൾ വെല്ലുവിളിക്കണത്, നീ വെറുതെ ഡയലോഗ് അടിക്കണെന്ന് പറഞ്ഞ് ചെയ്യടാ ഊപ്പെന്നല്ല ഞാൻ പറയുള്ളൂ. നമ്മൾ പറയും, അവര് നല്ല പണിയാന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു പുച്ഛമുണ്ട്. ശരിയാണോ? അവന് മര്യാദയ്ക്ക് കോഡ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് അവനത് ചെയ്യണേ എന്നുള്ളതാണ്. അത് വാസ്തവമാണ്, സ്റ്റാറ്റിസ്റ്റിക്കലി അതും കറക്റ്റുമാണ്. ഇപ്പൊ പ്രോഗ്രാമേഴ്സ് നന്നായി മാനേജ്മെന്റ് പഠിച്ചില്ലെങ്കിൽ എണ്ണ കച്ചവടക്കാരും മക്കളും മറ്റേ ഇവരൊക്കെ പ്രോജക്ട് മാനേജർ ആവും. അതായത് പ്രീവിയസ് ജനറേഷനിലെ കാശുകാരുടെ മക്കള് നിങ്ങളെ മരിക്കും. ശരിയാണോ? അപ്പൊ പ്രോഗ്രാമേഴ്സിന്റെ കുഴപ്പമെന്താ? മന്നവനൊക്കെ എണ്ണ കച്ചവടക്കാരന്റെ മോനാന്ന് വിചാരിക്കും. അങ്ങനെ ഞാനൊരു എണ്ണ കച്ചവടക്കാരന്റെ മോനാന്ന് വിചാരിച്ചുകൊണ്ടാണ് എനിക്ക് ജസ്റ്റ് അഡറ്റിൽ അടി കിട്ടിയ. കാരണം അവർക്ക് മാനേജർ എന്ന് പറഞ്ഞാൽ എണ്ണ കച്ചവടക്കാരന്റെ മോനാ, അല്ലെങ്കിൽ തടിക്കച്ചവടക്കാരന്റെ മോനാ, അല്ലെങ്കിൽ റിസർവ് ബാങ്കിലെ ഓഫീസറിന്റെ മോനാ. അപ്പോ ഇപ്പൊ ഇത് എത്ര ഒരു ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു കുറെ ഇതിന് മറ്റേ ഇതുണ്ട് കേട്ടോ, ഈ സ്പിന്നുണ്ട്, മനസ്സിലായില്ലേ? അതുപോലെ ഇപ്പൊ ഞാൻ നോക്കുന്നത് ഈ പൊളിറ്റിക്കൽ വേരിയബിൾ. ഇപ്പൊ എങ്ങനെ പോയാലും ലൈഫിന്റെ ഫോമേ മാറുന്നുള്ളൂ, ഫങ്ഷൻ മാറുന്നില്ലല്ലോ. സൊസൈറ്റി കളക്റ്റീവ്ലി തിരിച്ചു പിടിക്കും കാര്യങ്ങള്, പിടികിട്ടിയ. അപ്പൊ നമുക്ക് അതിൽ കൂടിയൊക്കെ ഒളിച്ചോടാം, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയാറുണ്ട്, ഈ 2000 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനീസ് വലുതായി കഴിഞ്ഞപ്പോ പെട്ടെന്ന് IIT-കാർക്കും ഇവർക്കും ഒക്കെ
ഭയങ്കരമായിട്ട് അവർക്ക് എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടായി. മനസ്സിലായില്ലേ? കാരണം പെട്ടെന്ന് അവർക്ക് സ്റ്റേജ് ഷെയർ ചെയ്യണം പല ആൾക്കാരായിട്ട്. അപ്പോ അവരൊക്കെ ഇങ്ങനെ ഈ മൂലയിൽ ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് ഒരു റിബൽ ഗ്രൂപ്പ് ഉണ്ടാക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ സർവീസ് കമ്പനിയിലും പ്രൊഡക്റ്റ് കമ്പനിയിലും ഒരു റിബൽ ഗ്രൂപ്പ് ഉണ്ടാവും. അത് ഹെഡ് ചെയ്യണത് ചിലപ്പോൾ ഒരു IIT REC കാരനായിരിക്കും. എന്നിട്ട് അവിടെയുള്ളവന്മാരെ കാലത്തൂര് വൈകുന്നേരം വരെ പുച്ഛിക്കില്ല പണി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുള്ള ഞാനത് പാറ്റേൺ അറിയില്ല കേട്ടോ. അത് നോക്കിയിട്ടില്ലെന്നല്ല, നിങ്ങൾ അത് നോക്കാതിരിക്കുകയാണ്. കാരണം നിങ്ങൾ അതിന്റെ വിക്ടിം ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല അപ്പൊ അല്ല അങ്ങനെ ഒരാൾ പറഞ്ഞേ, ഇയാളെയൊക്കെ അപ്പൊ ഒരു IIT കാരനെ പിടിച്ച് CTO ആക്കണായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ, ബിസിനസ് മോഡൽ വിൽ റിമൈൻ ദ സെയിം, UST വിൽ റൺ വിത്ത് ഹാഫ് ദ പീപ്പിൾ എന്ന്. ഐറണി എന്താണെന്നറിയാമോ അതിന്റെ? ഹെഡ് കൗണ്ട് വെച്ച് ബില്ല് ചെയ്യുന്ന കമ്പനിയാണ് മറ്റേ UST ഗ്ലോബൽ. അപ്പൊ അവിടെ ഒരു IIT കാരൻ സ്മാർട്ട് ആളെ പിടിച്ച് പ്രൊജക്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പകുതി ആളെ വെച്ച് ഡെലിവറി ചെയ്ത് കൊടുക്കുമെന്ന്. അപ്പൊ എന്ത് പറ്റി? റവന്യൂ പോയിന്ന്. അപ്പൊ പണ്ടൊരാളോട് എൻ്റെ അടുത്ത് ഒരു മാനേജർ ചോദിച്ചേ, എക്സ് എന്ന് പറഞ്ഞ ആളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് അയാളെ പുച്ഛിക്കണം എന്നുണ്ട്. പക്ഷെ പുച്ഛിച്ചു കഴിഞ്ഞാൽ ഇയാള് വിചാരിക്കൂലേ ഞാൻ നാട്ടുകാരെ പുച്ഛിച്ചടക്കുന്ന ആളാന്ന്. അപ്പൊ എനിക്ക് നേരിട്ട് പുച്ഛിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞേ, UK നമ്മുടെ കമ്പനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രോജക്ട് മാനേജർ 50 പേരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എസ്കലേഷൻ വന്നപ്പോൾ നമ്മുടെ CEO പുള്ളിനെ അങ്ങോട്ട് വിട്ടു, ഈ പറയുന്ന കക്ഷീനെ. ഇപ്പൊ അവിടെ 2 പേരേ ഉള്ളൂ. ആ പ്രോജക്ട് മാനേജർ ഉണ്ട്, പുള്ളിയുണ്ട്. 50 പേരുടെ വർക്ക് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്താ 49 പേരുടെ ബില്ലിങ് പോയിന്ന്. അപ്പൊ പരിസരബോധമില്ലാത്ത വിഡ്ഢിയാണെന്ന് പറഞ്ഞില്ലേ ഇൻഡയറക്ട്ലി. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പോ ഈ ഹ്യൂമൻ ഇഷ്യൂസ് വെച്ചിട്ട് ഇതിനൊരു അറുതി വരും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പുതിയ ബുക്ക് എഴുതുന്നവനെ, ആർട്ടിക്കിൾ എഴുതുന്നവന് ഇപ്പോഴത്തെ കാലത്ത് ആർക്കാ ബുക്ക് എഴുതാൻ പറ്റാതെ? ChatGPT ഉണ്ടല്ലോ എന്ന് തോന്നിയാൽ ആ തോന്നുന്നവന്റെ ജീവിതം കട്ടപ്പോകയാ. അത് ശരിയാണോ? പിന്നെ അവനത് ഉപയോഗിക്കാൻ തോന്നുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് എഴുതാന്ന് പറയാം. അപ്പൊ അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും നിന്നെ കൊണ്ട് എന്നാലും എഴുതാൻ പറ്റും, ChatGPT എഴുതാന്ന്. പിന്നെ അതായത് റീസണിങ് ബേസ്ഡ് മോഡല്, പിന്നെ അങ്ങനെ വകഭേദം ഉണ്ട്. അതായത് റീസണിങ് മോഡല്, ലോജിക്കൽ മോഡൽ, അങ്ങനത്തെ അതൊക്കെ. അയ്യോ, അത് മോഡൽസ് ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ഉണ്ട്, പ്രിസ്ക്രിപ്റ്റീവ് മോഡൽ ഉണ്ട്, പ്രെഡിക്റ്റീവ് മോഡൽ ഉണ്ട്, കൊഗ്നിറ്റീവ് മോഡൽസ് ഉണ്ട്, ഫോർമൽ മോഡൽസ് ഉണ്ട്. അപ്പൊ ഒരു ബുക്ക് എഴുതുമ്പോ നമ്മുടെ കോഗ്നിറ്റീവ് ഐഡിയകളും ക്രിട്ടിക്കൽ തിങ്കിങ് ഫ്ലേവറും ആണ് ബുക്കിലോട്ട് ചിലപ്പോ വരുന്നത്. അല്ല, അങ്ങനെ വരാൻ നോക്കണം. അവിടെ ഒരു ടെൻഷൻ ഉണ്ട്. മോർ ഓണ്ടോളജിക്കൽ യുവർ ബുക്ക് ബിക്കംസ്, മോർ ഫോർമൽ യുവർ ബുക്ക് ബിക്കംസ്, സെയിൽസ് ഹാഫ് ആവുന്ന പറയണേ ഈച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വരുമ്പോ. അപ്പൊ അക്വിസിഷൻ എഡിറ്റർ നിങ്ങളെ പള്ളക്കി പിടിക്കും. അപ്പൊ ഗ്രാൻഡ് ബുക്ക് എഴുതിയാൽ സെയിൽ പറയും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ഡിസൈൻ പാറ്റേണിന്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതിയ ബുക്കല്ല എഴുതണ്ടേ. 23 പാറ്റേണും .NET അന്നത്തെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ടിൽ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാമെന്ന ബുക്ക് എഴുതിയിരുന്നെങ്കിൽ ഞങ്ങൾ എഴുതിയതിന്റെ 4 ഇരട്ടി കോപ്പി വിറ്റാണ്. ഹെഡ് ഫസ്റ്റ് തുല്യടിച്ചാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് അറിയാമോ? അയ്യേ, ഈ ഹെലോ വേൾഡ് ബുക്ക് ആർക്കാ പറ്റാത്തതെന്ന് പറയും. ബുക്ക് എഴുതുന്നത് പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ കൂട്ടാനോ, പ്രൊഫഷണൽ മാനഹാനി വരൂ. അപ്പൊ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ബുക്കിൽ തന്നെ ബുക്കിന്റെ ഏജ് ഓഫ് LLMs ആണ് ഇപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, ലാലും ഞാനും ശരത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ദിസ് ഈസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പ്രോഗ്രാമേഴ്സിന്റെ ഡെയിലി ലൈഫ് കട്ടപ്പോകയായിരിക്കും. സീനിയേഴ്സ് ഇത് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പുറത്തേക്ക് പോകും. ഇനി മര്യാദയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, യു വിൽ ബി സ്റ്റേയിങ് അഫ്ലോട്ട് വേർ എവർ യു ആർ. അപ്പൊ അടുത്തൊരു പ്രശ്നം. പിന്നെ കൂടുതൽ വിവരം വെക്കും തോറും വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമെന്ന് അറിയാലോ അല്ലേ?
എനിക്കറിയില്ല. അത് ചിലപ്പോ ഉം. ചെയ്യണ്ടാവും ഞാൻ. അറിയില്ല. പേടിയാവും, മർമ്മം വരും. അറിയില്ല എന്നല്ല, അതങ്ങനെ അത് ഇപ്പൊ എന്റെ കൂടെ വരുമ്പോഴുള്ള പ്രശ്നം അതല്ലേ. ആൾക്കാർ പറഞ്ഞ എന്താ, എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, വേൾഡിലെ കമ്പ്യൂട്ടറിലുള്ള മിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ ഗ്രൂപ്പിന്റെ കൂടെ വന്നപ്പോൾ മനസ്സിലായിണ്ടാവില്ലേ? ആ, അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, പണ്ട് നിങ്ങൾ പല കമ്പനികളിലും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം ചെയ്ത് 9-10 മാസമൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടാവുന്നു. അത് പോയാ മോറൽ കോൺഷ്യൻസ് അടിക്കുമോ അത് ചെയ്യാൻ വേണ്ടി? അത് പണ്ട് ഇപ്പൊ നാരായണമൂർത്തി പറയാണ് 70 മണിക്കൂർ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാളത്തല്ല അരമണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്താൽ ഇൻഫോസിസുകാരൻ. അതിനുവേണ്ടി അയാൾ പറഞ്ഞേ, മനസ്സിലായില്ലേ? ഇപ്പൊ 70 ആകുമ്പോ 2 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കൂലേ? അപ്പൊ അതേമാതിരിയുള്ള ഒരു പ്രതിഭാസങ്ങൾ അവിടെ എവിടെയൊക്കെ ഉണ്ട്. അപ്പോ ഇതെങ്ങനെ ഇത് സോൾവ് ചെയ്യും എന്നുള്ളത് ഒരു വലിയൊരു പ്രോബ്ലം ആണ്. പിന്നെ ഇത് അല്ല പോട്ടെ, LLM എങ്ങനെയാണ് പഠിക്കാൻ, എങ്ങനെ ശ്രീത്ത് ഇപ്പൊ LLM ഇപ്പൊ ഒരു കൊല്ലെങ്കിലും ഉപയോഗിക്കാറായില്ലേ? ആ. ഇത് നിങ്ങളുടെ ലേണിംഗ് കപ്പാസിറ്റി എങ്ങനെ കൂട്ടിയെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? പ്രോട്ടോടൈപ്പിംഗ് എളുപ്പമാക്കി. പിന്നെ നോളജ് അതായത് കൺസോൾട്ടേഷൻ. അല്ല, ഇപ്പൊ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി, കൂടുതൽ റെസ്റ്റ് ടൈം കിട്ടി എന്നുള്ളതാണ്. നിങ്ങൾ ആ എക്സ്ട്രാ ടൈം എന്ത് ചെയ്തു? അത് കമ്പനിക്ക് പാസ് ഓവർ, നിങ്ങളിപ്പോ പബ്ലിക്കലി നിങ്ങൾ എനിക്ക് എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞാൽ മതി, നിങ്ങൾ ആ ടൈം കമ്പനിക്ക് പാസ് ഓവർ ചെയ്ത, അല്ലെങ്കിൽ ഞാൻ എന്റെ കമ്പനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ ആണ്. അതിന് എനിക്ക് LLM-ന്റെ ആവശ്യമില്ല. അല്ല, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഒരു പ്രോഗ്രാമർ പറയാണ് 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പറയും, 3 ദിവസം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചാറ്റ് പ്രോംപ്റ്റ് ചെയ്തിട്ട് അവന് കാണിച്ചു കൊടുത്തൂടെ? ഞാൻ എന്റെ കൂടെയുള്ളവരെക്കാളും സ്പീഡിൽ കോഡ് ചെയ്യുന്നുണ്ട് ശരി. അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചെന്താ വെച്ചാലേ, അതായത് സ്ട്രാറ്റജി ഇപ്പൊ ഞാൻ ആ ഒരു ബുക്ക് എഴുതിയതിന്റെ പശ്ചാത്തലത്തില് ഒരു സ്കെയിലിൽ മൊബൈൽ ഓപ്പറേറ്റ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് LLM ഡയറക്റ്റ് ഉപകാരം ഉണ്ടായില്ല. പക്ഷെ എന്റെ ലേണിംഗ് ജേണിയിൽ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് എടാ നിനക്ക് ബാക്ക് എൻഡ് അറിയില്ല, അല്ലെങ്കിൽ ബാക്ക് എൻഡിന്റെ കോഡ് സ്ട്രക്ചർ ഇങ്ങനെയാണ്, അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൊബൈലും ബാക്ക് എൻഡും തമ്മിലുള്ള കമ്പാരിസൺ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറെ എന്റെ പഴയ അൺലേബിൾഡ് പഠിച്ച കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്ട്രക്ചർ ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അല്ല, ഇപ്പൊ ആൾറെഡി ചെയ്തിട്ടുണ്ടോ, ചെയ്യാൻ പോണോ? ചെയ്തിട്ടുണ്ട് ഞാനത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കണ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഇതിനു മുമ്പ് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സബ്ജക്ട്സ് പിടിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടോ? എത്തിപ്പിടിക്കാൻ പറ്റാത്ത സബ്ജക്റ്റ് പിടിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് കൂടിയിട്ടില്ല കേട്ടോ. എനിക്ക് അത് കൂടി. അത് കൂടിയിട്ടില്ല. കാരണം അതായത് പണ്ട് അങ്ങനെ ഒരു വാസ്റ്റ് എനിക്ക് പ്രൊസീജിയർ അത്രയും കോമ്പിനേഷൻ സ്കിൽസ് ഇല്ലല്ലോ. പ്രൊസീജിയർ ഞാൻ അത്രയും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് കൂടിയിട്ടില്ല. അല്ല, കോമ്പിനേഷൻ സ്കിൽ ഉണ്ടെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളതും പഠിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ് എന്താണ്? നോ എഞ്ചിനീയർ ഈസ് സ്മാർട്ട് ഇനഫ് ടു സോൾവ് എനി എഞ്ചിനീയറിംഗ് പ്രോബ്ലം ആണ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ മാത്തമാറ്റിക്സ് നിങ്ങൾ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1,00,000 മാൻ ഇയേഴ്സ് ഓഫ് വർക്ക് ഉണ്ട്. അപ്പൊ അത് ഒരു ഫൈനൈറ്റ് 100 കൊല്ലത്തിൽ മാത്സ് പഠിക്കൽ മാത്രമല്ല നമ്മുടെ പണി. അപ്പോ ഇപ്പൊ ഇന്റഗ്രേഷൻ തന്നെ എത്ര ക്ലാസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഷോം സീരീസിന്റെ ഒരു ബുക്കിലെ തീരൂല ഒരു കൊല്ലം കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ തന്നെ 5 കൊല്ലം വേണമെങ്കിൽ അങ്ങനത്തെ 50 വിഷയമുള്ള ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ 250 കൊല്ലം വേണം. പഠിക്കൂല. അപ്പൊ ആ പ്രോസസ്സില് നിങ്ങൾക്ക് നല്ല ലിവറേജ് തരുന്നുണ്ട് ChatGPT. അതാണ് ഞാൻ ഇതിൽ കണ്ട കോപൈലറ്റാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യണേ. കോപൈലറ്റിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഈ ഞാനും എൻ്റെ ചുറ്റുമുള്ളവരും തമ്മിൽ ഇപ്പോഴുള്ള ഗ്യാപ്പിനേക്കാളും അത് വളരെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതൊരു പോസിറ്റീവ് ലെവലിലാണ്. അത് മര്യാദക്ക് ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ശരത്ത് മാത്രമല്ല, ശരത്തിന് പോലും അത് കിട്ടിയിട്ടുണ്ടാവുക ക്ലബ് ഹൗസിൽ കുറച്ച് റിസർച്ച്, ഈ ആധുനിക പിള്ളേരെ കണ്ട് അവര് ലാങ് ചെയിനും റാഗും അവരുടെ നോട്ടിന്റെയൊക്കെ ക്രോസ് റെഫറൻസിങ് സ്ട്രാറ്റജി കണ്ടിട്ട് ഞെട്ടി. മനസ്സിലായില്ലേ ശ്രീതേ? അപ്പൊ അവര് ചെയ്യുന്നതിന്റെയൊക്കെ 1%, 10% ഞാൻ ചെയ്യണ്ടാവുള്ളൂ ഇപ്പൊ. പക്ഷേ
അങ്ങനത്തെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ, മനസ്സിലായില്ലേ? കാരണം ക്ലബ് ഹൗസിൽ ഈ 2022 ഒരു ആദ്യത്തെ 6 മാസം ഒരു 100ഓളം അടിപൊളി റൂംസ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച്, മനസ്സിലായില്ലേ? അപ്പൊ അവരുടെയൊക്കെ പഠിത്തം എനിക്ക് ഇൻസൈൻലി മാഡ് ആയിട്ടാണ് തോന്നിയത്. കാരണം അവരുടെ സൈക്കോളജിക്കൽ നീഡാണോ അവരുടെ എഫക്റ്റീവ്നെസ് ആണോ നോക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവർക്ക്. കാരണം എത്ര പഠിച്ചാലും ആ ഹ്യൂമൻ ടച്ച് ഇല്ലല്ലോ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നോളജ് ഒരു തിങ് അല്ല, ഒരു ഗെയിമാ. പിന്നെ നോളജ് നിങ്ങൾക്ക് ഇരുത്തം വന്ന നോളജും ഇപ്പൊ ക്ലബ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ പലർക്കും ക്ലബ് ഹൗസിൽ പോകുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഫിലോസഫി പഠിക്കുന്നു, അതിപ്പോ വേദാന്തം പഠിച്ചാലും മറ്റേ വെസ്റ്റേൺ ഫിലോസഫി പഠിച്ചാലും അതിന്റെ എസെൻസ് നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് കിട്ടും. പിന്നെ വെറുതെ നിങ്ങൾ തർക്ക വിതർക്ക കുതർക്കങ്ങൾക്ക് ഇത് ചെയ്യണേ. ഒരു അപ്ലൈഡ് ഫിലോസഫി പോയിന്റ് ആണെങ്കിൽ അപ്പൊ വലിഞ്ഞോളണം അവിടെ നിന്ന് ഇവിടെ കിട്ടിയ. അപ്പൊ പല ആൾക്കാരും അപ്ലൈഡ് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് എംപെരിക്കലി ഞാൻ ലോജിക്കലി ഗ്രൗണ്ട് ചെയ്യാറുണ്ട്. സോ ദാറ്റ് എപ്പിസ്റ്റമിക്കലി ഞാൻ ട്രൂത്തിനോട് അടുത്ത് കിടക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്ന് വെച്ചോ, ഐ മീൻ ഇറ്റ്. ഇവിടെ കിട്ടിയ ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ഡീകൺസ്ട്രക്ട് ചെയ്ത് പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് മാപ്പ് ചെയ്ത് അതിനെ കുറെ ആൾക്കാരുടെ സംസാരിച്ച് റീവാലുവേറ്റ് ചെയ്ത് റീസ്റ്റേറ്റ് ചെയ്യും ഞാൻ. ദിസ് ഇസ് ആൻ അപ്ലൈഡ് സബ്ജക്ട് ഫോർ മീ. പക്ഷെ പലരും അത് പറയും, പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും വർക്ക് ചെയ്യാനൊന്നുമില്ല. അവർക്ക് ഫിലോസഫി ഒരു പ്രാക്ടിക്കൽ ടൂൾ അല്ല, ഒരു വാചാടോപത്തിനും തർക്കത്തിനും വേണ്ടിയുള്ളതാണ്. ഇപ്പൊ ഞാനൊരു കേരളത്തിലെ പ്രസക്ത വ്യക്തിയാണല്ലോ രവീന്ദ്ര മാഷ്. ഞാൻ ഒരു ദിവസം പറഞ്ഞ കേട്ടപ്പോ പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, സിദ്ധാന്തങ്ങളിൽ നിന്ന് പ്രതിഭാസത്തിലോട്ട് പോകരുത്, പ്രതിഭാസങ്ങളിൽ നിന്ന് സിദ്ധാന്തങ്ങളിലോട്ടാണ് പോണേന്നുള്ളത്. അപ്പൊ നോക്കുമ്പോ എന്താണ്, ഒരു ഇന്നസെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പുള്ളി കറക്റ്റ് ആണല്ലോ. സയൻസ് ചെയ്യണത് എന്താണ്, ഫിനോമിനെ ഒബ്സർവ് ചെയ്ത് എക്സ്പെരിമെന്റ് നടത്തി ഡാറ്റ കളക്ട് ചെയ്ത് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി, അത് പ്രൊവിഷണൽ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയിട്ട് ഫാൾസിഫിക്കേഷൻ വഴി ഇങ്ങനെ ഐറ്ററേറ്റ്ലി പോവാണെന്നുള്ള വെപ്പ് ഫിലോസഫി ഓഫ് സയൻസ് പറയുന്ന അതാണ്. പക്ഷേ രവീന്ദ്ര മാഷ ആലോചിക്കാത്ത കാര്യം എന്താന്ന് വെച്ചാല്, അയാളുടെ പ്രേക്ഷകരിൽ സയന്റിസ്റ്റുകൾ ചിലപ്പോ 0.5% ഉണ്ടാവുള്ളൂ. 99% ടെക്നീഷ്യൻസും എഞ്ചിനീയേഴ്സും ആയിരിക്കും. അവർക്ക് തിയറിയിൽ നിന്നാണ് പ്രാക്ടീസിലോട്ട് പോകണ്ടേ, ശരിയല്ലേ? അപ്പൊ മെയിൻ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവര് വേദാന്തത്തിനെ ഷൂട്ട് ചെയ്യണതാണ്. കാരണം വേദാന്തം ബ്രഹ്മം എന്നുള്ള ഒരു പരികല്പനയെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ ഇല്ല. അപ്പോ വേദാന്തവും സ്പിരിച്വാലിറ്റിയും ടോപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു മെറ്റാഫിസിക്കൽ ഹൈപ്പോത്തസിസിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് തെറ്റാണെന്ന് പറയാനാ പുള്ളി നോക്കുന്നത്. പുള്ളി പക്ഷെ അത്രയും ക്ലിയർ ആയിട്ട് പറയുന്നില്ല അവിടെ. അപ്പൊ കേരളത്തിൽ എല്ലാവരും ചോദിച്ചു നോക്കോ, അവർക്ക് ടോപ്പ് ഡൗൺ ഹൈപ്പോത്തസിസിൽ നിന്ന് തുടങ്ങുന്ന തിങ്കിങ്ങിനോട് ഒരു വെറുപ്പുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ഹാവ് യൂസ്ഡ് ടു പ്രോഫിറ്റ് മൈസെൽഫ്. അപ്പൊ ഹൈപ്പോത്തസിസ് ഉണ്ടായാലും കുഴപ്പം എന്താ, മെറ്റാഫിസിക്സിന് എന്താ കുഴപ്പം? കിട്ടിയ അപ്പൊ ഫിലോസഫി പ്രോബ്ലം ആണ്, ഫിലോസഫി ഇസ് ഡെഡ്. ഇതൊക്കെ ഇത് അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള, ഇപ്പൊ നിങ്ങൾക്ക് സയൻസ് അറിയാം, ഫിലോസഫി അറിയാം, ഇപ്പൊ വെസ്റ്റേണും ഈസ്റ്റേണും അറിയാം. നിങ്ങൾക്ക് വെർച്വാലിറ്റി അല്ലെങ്കിൽ ഭാവാത്മകത ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഞാൻ കഴിഞ്ഞ ദിവസം ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് കമ്പൈലർ എന്തുകൊണ്ട് ഗോയിൽ റീറൈറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ബാലയ്യയുടെ ഒരു പാട്ട് മെറ്റഫോറായിട്ട് ഉപയോഗിച്ച്. അതായത് അഖണ്ഡ എന്ന് പറഞ്ഞ മൂവിയിൽ ഈ ജയ് ബാലയ്യ എന്നുള്ളൊരു പാട്ടുണ്ട്. അതില് 2:14 മുതൽ 2:40 വരെയുള്ള വീഡിയോയില് പുള്ളി ഇങ്ങനെ കൂട് വിട്ട് കൂടുന്ന് പറയും, ഷർട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോകുന്നുണ്ട് 4-5 പ്രാവശ്യം. അപ്പൊ അതൊരു ഫണ്ണി തിങ് ആണ്. അപ്പൊ ഞാൻ അത് മെറ്റഫോറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ AST ഫസ്റ്റ് AST ഉണ്ടാവുന്നു, അത് ഓഗ്മെന്റ് ചെയ്ത് അടുത്ത AST ഉണ്ടാകുമ്പോൾ പഴയ AST ഗാർബേജ് ആണ്. അങ്ങനെ ഓരോ പാസ് കഴിയുമ്പോൾ ഗാർബേജ് ഉണ്ടാവുമ്പോൾ അപ്പപ്പ കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട നീഡുണ്ട്. അപ്പോൾ കമ്പൈൽഡ് ആയിരിക്കണം. വെർച്വൽ മെഷീൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണം. ഗാർബേജ് കളക്ടർ ലൈബ്രറി ആയിരിക്കണം.
ഓട്ടോമാറ്റിക്കലി ട്രിഗേർഡ് ആവുന്ന ഏക ലാംഗ്വേജ് ഗോയുള്ളൂ. അത് കാണിക്കാൻ വേണ്ടി ഒരു ഫൺ മെറ്റഫോർ ഉപയോഗിച്ചേ. അതിന് പകരം ഒരു പുള്ളി തന്നെ എന്താ ചെയ്തെന്ന് പറയുമ്പോ വേറൊരു വീഡിയോ അയച്ചു തന്നിട്ട് അതെങ്ങനെയാ വർക്ക് ചെയ്യണേ, ഗ്രീൻ മാറ്റയും ബ്ലൂ മാറ്റയെ പഠിപ്പിക്കണം എന്നെ. മനസ്സിലായില്ലേ? അപ്പോ അവിടെ ഞാൻ കാണിച്ച വെർച്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സോഷ്യോ കൾച്ചറൽ ഫിനോമിന ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതും ഞാനത് പറഞ്ഞത് സയൻസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിന്റെ സയൻസ് പറഞ്ഞു തന്നെയെന്ന് വെച്ചപ്പോ റോസാപ്പൂവിന്റെ ഫ്രാഗ്രൻസാണ് ഞാൻ പറയണേ. അപ്പോ അതിന്റെ കളറും കളർ പിന്നെയും കുഴപ്പമില്ല, അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് മിസ്സിംഗ് ദ പോയിന്റ് അല്ലേ? ആ പ്രോബ്ലം ഉണ്ട്. അപ്പോ ഈ ഇങ്ങനത്തെ ഇപ്പൊ ChatGPT നിങ്ങൾക്ക് തരുന്നത് എന്താണ്? മറ്റേ സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് അല്ലേ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഈ എന്താ പറയാ ക്വാളിയ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് തരില്ലല്ലോ. അപ്പൊ അത് നിങ്ങളുടെ ലൈഫിനെ എൻറിച്ച് ചെയ്യില്ല. ഇവിടെ കിട്ടിയ അപ്പോ ശാസ്ത്രബോധം ശസ്ത്രമാവുന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഹ്യൂമൻ ഇഷ്യൂസിന് ഇതൊരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീജെ. അപ്പൊ ഇപ്പൊ സയൻസ് അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ പൊതുബോധത്തിനനുസരിച്ച് ചിന്തിക്കുക. അപ്പൊ അതും പ്രശ്നമുണ്ട്. ഇപ്പൊ ChatGPT റിപ്പോർട്ട് ചെയ്യാണ്, ഓക്കെ 95% ഓഫ് ദി ഇന്ത്യൻസ് cannot ഹിറ്റ് ഹെലികോപ്റ്റർ ഷോട്ട് എന്ന് പറഞ്ഞെന്ന് വെച്ചു. ധോനിയുടെയും ഹാർദിക് പാണ്ഡ്യയും ഇന്നാൾ അടിക്കാനുണ്ട്. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ ഇപ്പൊ ഒരു കോടി ക്രിക്കറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്. 5 ലക്ഷം പേർക്ക് ഹെലികോപ്റ്റർ ഷോട്ട് അടിക്കാമെങ്കിൽ ശ്രീജിത്തിന്റെ വീടിന് ചുറ്റും ഉണ്ടാവുന്ന 10 പേര്. അപ്പൊ ആ പ്രോബ്ലം ഒക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഒക്കെ വരുമ്പോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിനൊന്നും LLM ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അപ്പൊ അങ്ങനെയാണ് അതിനെ ഒരു പേഴ്സണൽ ലെവലില്. പക്ഷേ മറ്റേ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസും ആൾക്കാർക്ക് ഉണ്ടാവുന്ന എക്കണോമിക്, ഇപ്പൊ നമ്മുടെ ബന്ധുക്കള് സൂയിസൈഡ് ചെയ്യോ, ഇനിയിപ്പോ നമ്മുടെ ജോലി പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരാമല്ലോ. അതാണ് നമ്മൾ വാച്ച് ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ കൺസ്ട്രക്റ്റീവ്ലി നമുക്ക് എന്താ പറയാ, അത് വേറെ കാര്യമുണ്ട്. ഈ നമ്മുടെ സ്ട്രീറ്റിനെ ആൾക്കാർക്ക് കീഴ്പ്പെടുത്താതെ പറ്റുന്ന വെച്ചാല് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ചിന്തിക്കണോണ്ടാ. ഇപ്പൊ കോർപ്പറേറ്റിലൊക്കെ നമ്മളെ ഒരു വെസ്റ്റേൺ യൂണിഫൈഡ് മോഡലിൽ ചിന്തിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്, ഈ ടെസ്റ്റുകളൊക്കെ അങ്ങനെ വെച്ചിട്ട്. അപ്പോ അവിടെയാണ് ഈ ChatGPT ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാസീവായിട്ട് തൊഴിലൊക്കെ കളയാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഒന്നുകൂടി പറയോ? അതായത് അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് ഇപ്പൊ നമ്മളെ പല ആൾക്കാരും ഇവിടെ വന്ന് ഭരിച്ചിട്ടും അവർക്ക് ഇവിടുത്തെ സിവിലൈസേഷനെ ഒന്നും പൂട പറിക്കാനും പറ്റിയില്ല. അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കണോണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എല്ലാവരും ഒരേ രീതിയിൽ ചെയ്തു. ഇപ്പൊ ബുദ്ധിസം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തളർന്നു പോയേ? ഇസ്ലാം ജസ്റ്റ് കിൽഡ് ഇറ്റ്. കാരണം ഹോമോജീനിയസ് ആയിരുന്നു അത്. ഇവിടെ കിട്ടിയ ആൾക്കാർക്ക് ഹിന്ദുയിസത്തിനെ കൊല്ലാൻ പറ്റാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി 10 കിലോമീറ്റർ കൂടുമ്പോൾ ഇഷ്ടദേവത മാറും, മറ്റേ ഇതൊക്കെ മാറുമ്പോ പീപ്പിൾ ആ ഡൈവേഴ്സിറ്റി ആയിരുന്നു നമ്മളെ സർവൈവ് ചെയ്യിച്ച സിവിലൈസേഷന്. അപ്പൊ അതേമാതിരി തന്നെയുള്ള ആ ഡൈവേഴ്സിറ്റി ഒരു എഡ്ജാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കോർപ്പറേറ്റിൽ മോർ ആൻഡ് മോർ ആൾക്കാരെ എന്താ പറയാ ഒരു വെസ്റ്റേൺ മോഡലിലോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ കിട്ടിയ അതായത് വെസ്റ്റേൺ മോഡൽസിലോട്ട് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പീനലൈസ്ഡ്. അപ്പൊ ഒരു ശരാശരി യുവാവ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താ? സായിപ്പിനെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ, ഡാറ്റ പോയിന്റ്സ് വെച്ച് സംസാരിച്ചില്ലെങ്കിൽ സായിപ്പ് കാശ് തരില്ല. ഡാറ്റ പോയിന്റ് വെച്ചിട്ട് നാട്ടിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തലക്ക് മറ്റേ നെല്ലിക്കാത്തളം വെക്കും. ഓക്കെ, അപ്പോ വരുമാനം വേണമെങ്കിൽ സായിപ്പിനെ പ്രതിപ്പെടുത്തണം, നല്ല ജീവിതം വേണമെങ്കിൽ നാട്ടുകാരെ പ്രതിപ്പെടുത്തണം. ഏത് സ്ട്രാറ്റജി എടുക്കും ശ്രീധർ? അതായത് നിങ്ങൾ കോർപ്പറേറ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് ഇവരുടെ ഇടി കിട്ടും, നാട്ടുകാരുടെ ഇടി കിട്ടും.
നാട്ടുകാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കോർപ്പറേറ്റിൽ വില ഉണ്ടാവില്ല, നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. രണ്ടിനോട് നീതി പുലർത്താൻ നോക്കിയാൽ രണ്ടുപേരും കല്ലെറിയും. അപ്പൊ ആകെയുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക എന്നുള്ളതാണ്, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ടൈപ്പ് ഇതൊക്കെ വെച്ചിട്ട് വേണം എന്താ പറയാ ആ ഡൈവേഴ്സിറ്റി പ്ലാങ്ക് തന്നെ ഉണ്ടാക്കി അത് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ഇതിന്റെ ഇമ്പാക്ട് കുറെ കുറയ്ക്കാം. ഇവിടെ കിട്ടിയ അപ്പൊ ഇത് ഒരു എന്താ പറയാ വലിയൊരു ഇഷ്യൂ ആണത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഹ്യൂമൻ ലെവലിലാണ് ഇതിനെ ചെറുത്തു തോപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതെടുക്കുമ്പോഴേക്കും ടൈം എടുക്കും, 2-3 years എടുക്കുക. അപ്പൊ അതിനിടയ്ക്ക് ചിലപ്പോ ഈ എന്താ പറയാ നമ്മുടെ ലൈഫ് മാറി കിട്ടും. അതിപ്പോ ഞാൻ പറഞ്ഞില്ല ഇതിന്റെയൊക്കെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ChatGPTയുടെ ഇതിന്റെ ഇപ്പൊ ശ്രീധ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സീനിയറും ഒരു 3-4 മറ്റേ മിഡിൽ ലെയേഴ്സ് ഒരു 10 ഇന്റേൺസ് ഉണ്ടെങ്കിൽ പണ്ട് ഒരു കൊല്ലം കൊണ്ട് ഒരു നല്ല ടീം ഉണ്ടാക്കിയിരുന്ന വർക്കൊക്കെ ചിലപ്പോ ഇപ്പൊ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് അതിന്റെ ഔട്ട്കമിന്റെ ഡാറ്റ ഇല്ല കേട്ടോ പ്രസിദ്ധി, ഞാൻ പറഞ്ഞത് ഔട്ട്കം അല്ല അത് അറിയില്ല അത് എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നുള്ളത് കേട്ടോ. ഒരു R&D ടീമിന് ചിലപ്പോ അത് പറ്റും, പക്ഷെ ഒരു ഡെലിവറി സെൻട്രിക്, അതായത് എനിക്ക് 3 മാസം ഒരു 6 മാസം കൊണ്ട് ഡെലിവറി ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അങ്ങനെ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പോൾ. അല്ല അങ്ങനെയല്ല, ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ 10-15 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോർ കോമ്പറ്റൻസിൽ നിങ്ങൾക്ക് ഒരു കമ്പനി തുടങ്ങണം. പണ്ടതൊരു ഹ്യൂമൻ ഇന്റൻസീവ് ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം, ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ട് വേണം കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ വരുമ്പോ ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ജസ്റ്റ് ലൈക്ക് എനിത്തിങ്. ChatGPT ആൻഡ് മറ്റേ LLMs will actually accelerate you by leaps and bounds. നിങ്ങളുടെ കോമ്പറ്റീറ്ററും അത് ചെയ്യുന്നോണ്ടാണ്, കാരണം നിങ്ങൾക്ക് സാധ്യമാവും പലതും. അതായത് പണ്ടത്തെ അത്രയും ബജറ്റ് വേണ്ട. അല്ലല്ല, അത് ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ വെച്ചിട്ടുണ്ടേ, ഇപ്പൊ എനിക്കൊരു ടീം കൺസോളിഡേറ്റ് ചെയ്തിട്ട് അവരെ ഒരു പണ്ടത്തെ ഒരു ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് പാതി സമയം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അതൊരു ഹൈപ്പോത്തസിസ് ആണ്. അത് വർക്കാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ ഒരു പോസിബിലിറ്റി അത് മനസ്സിലായി? അല്ല അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെഷീൻ ലേണിംഗിന്റെ പറ്റിറങ്ങിയത് എങ്ങനെയാ? ഇപ്പൊ എല്ലാം വന്നു, അതിന് യൂസ് കൂടി. പക്ഷെ മെഷീൻ ലേണിംഗ് എന്നുള്ള പണ്ട് പറഞ്ഞിരുന്ന സാധനങ്ങള് ഇപ്പൊ പ്രൊഡക്ടിവിറ്റി കൂട്ടുമെന്നല്ലാതെ ഇതൊന്നും ഇപ്പൊ മെഷീൻ ലേണിംഗ് തന്നെ അത്ര ബെനിഫിറ്റ് ഒന്നും പല കമ്പനികൾക്കും കിട്ടിയില്ല. അതായത് കുറച്ച് കമ്പനികൾക്ക് കിട്ടി. ഇപ്പൊ ഗൂഗിൾ സ്കെയിലിലൊക്കെ ചെയ്യാവുന്ന ഫാറ്റ് പോക്കറ്റഡ് കമ്പനികൾക്കും ഈവൻ LLM തന്നെ ഫണ്ടമെന്റലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ് വേണ്ടേ ട്രെയിൻ ചെയ്യാനൊക്കെ? അതായത് പവേർഡ് ബൈ LLM പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. LLM ഏരിയയിലൊന്നും ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല, പൈസ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് പലതും ഇപ്പൊ സാധ്യമാണെന്ന് തോന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ എക്സ്പെക്ടേഷൻ കൂടുമെന്ന് പറഞ്ഞൂടാ ഇതിനനുസരിച്ചിട്ടാ. എങ്ങനെ? ഇപ്പൊ നിങ്ങള് പണ്ട് ഒരു കൊല്ലം ചെയ്തിരുന്ന സാധനം ഒരു മാസം കൊണ്ട് ചെന്ന് കഴിയുമ്പോ വീണ്ടും ഒരു കൊല്ലത്തെ ചെയ്താലേ ഇംപ്രസ്ഡ് ആവുന്ന ഇൻവെസ്റ്റേഴ്സ് അവിടെ ഉണ്ടാവുള്ളൂ എന്ന്. they will factor in LLM, Copilot and ChatGPT in your effort. ഇത് എന്ന് വെച്ചാൽ റെസ്യൂമിൽ തള്ളാണെന്നാണ് എല്ലാവരും വിചാരിക്കണേ, 60%. അപ്പൊ നിങ്ങൾ തള്ളിയില്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂം തള്ളിയതാന്നേ അവർ വിചാരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ പകിട്ട് കിട്ടില്ല, പിടി കിട്ടിയ. അപ്പൊ ആ പ്രോബ്ലം ഉണ്ട്. മനസ്സിലായില്ലേ? ദിസ് വിൽ ഓഗ്മെന്റ് യു പേഴ്സണലി. നിങ്ങൾക്കൊരു പക്ഷേ പ്രൊഫഷനില് ഇപ്പൊ വർക്ക് ലൈഫ് ബാലൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. നല്ലതാവുന്നാണോ പറയണേ? ലൈഫ് കോളായി കിട്ടും. ചുറ്റുള്ളവരുടെ വിവരമില്ലായ്മയാണ് നമ്മുടെ പ്രോഫിറ്റ്. അതറിഞ്ഞൂടെ? ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. അരി നിങ്ങൾ
ആന്ധ്രാപ്രദേശിൽ വിൽക്കുമോ കേരളത്തിൽ വിൽക്കുമോ? ആന്ധ്രാപ്രദേശിലായിരിക്കും കൂടുതൽ ഉള്ളത്, അതുകൊണ്ട് അവിടെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണേ. തിരുനെൽവേലി പോയി അലുവ വെക്കൂല്ലോ നമ്മള്, ചെയ്യോ? ഇല്ല. അതേമാതിരി നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മാത്തമാറ്റിക്സ് ഒരു ഡിഗ്രിയില് കോളേജിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനുള്ള വിവരമൊന്നും എനിക്ക് മാത്തമാറ്റിക്സിലില്ല. പക്ഷെ പ്രോഗ്രാമേഴ്സിന്റെ ഇടയിൽ ഒരു മാത്തമാറ്റിക്സ് അറിയാത്തവരുള്ളതുകൊണ്ട് നമുക്ക് അവിടെ നമ്മൾ മാത്തമാറ്റീഷ്യനെ വരെയാവുന്നു. ഇപ്പൊ അവനത് സെർച്ച് ചെയ്ത്, പിന്നെ അവൻ നൊട്ടേഷൻ വായിക്കാൻ വേണ്ടി അവനൊരു കുറച്ചാൾ ഇരിക്കണം. അപ്പൊ അത് അവൻ ചെയ്യില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇവിടെ കിട്ടിയ ചുറ്റുമുള്ള നമുക്കൊരു ലാഭമാണ്. നമുക്ക് അത്രയും കുറച്ച് പണിയെടുത്താൽ മതി. ശരിയാണോ? ഇപ്പൊ മാസീവായിട്ട് ബുക്സ് ഇൻഡെക്സ് ചെയ്യുന്നതിന്റെയും ഹിസ്റ്ററി ഒക്കെ ട്രാക്ക് ചെയ്യുന്നതിന്റെ എഡ്ജിലാണ് എനിക്ക് ടൈം കിട്ടുന്നത്. അപ്പോ ഇനിയിപ്പോ ChatGPT ഇതിപ്പോ പുതിയ പൊളിറ്റിക്കൽ ചലഞ്ചസിലോട്ടൊക്കെ എത്തും. അതായത് റിയൽ എക്സ്പേർട്ടും ChatGPT പവേർഡ് എക്സ്പേർട്ടും തമ്മിൽ പൊളിറ്റിക്കൽ ബാറ്റിലും പുതികാൽവട്ട കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലൊക്കെ ChatGPT ഒക്കെ വായിച്ചിട്ട് അവൻ വലിയ എഫർട്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ ഈ ഗൊറോഷേഡിയില് എങ്ങനെയാണ് വ്യൂ ഡിപ്പെൻഡൻസ് എങ്ങനെ കണക്കിലെടുക്കണമെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പിടികിട്ടിയ. അപ്പൊ അത് സൈക്കോളജിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമ്മുടെ ചെസ്സിന്റെ പ്രോബ്ലം വന്ന് മെഷീനെ തൊപ്പിക്കും മറ്റേതിനെ, നിനക്ക് എന്നെ തൊപ്പിക്കാൻ പറ്റില്ലടാ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ പ്രോബ്ലം വരില്ലേ? അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാല് ഇപ്പൊ ഞാനൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു കോയ എഴുതിയതാണ്, നല്ല ബുക്കാണ്. ഞാൻ എവിടെയാണ്, ഒരു മിനിറ്റ് കേട്ടോ, അത് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ. ഈ ChatGPTയുടെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന ബുക്കിന്റെ പേര് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് എൻ്റെ ഉണ്ട് ആ ബുക്ക്. ജുനൈദ് മുബീൻ എഴുതിയതാ. അടിപൊളി ബുക്കാ. വാട്ട് വി ഹാവ് ദാറ്റ് മെഷീൻസ് ഡോണ്ട്. അപ്ഡേറ്റഡ് എഡിഷൻ ഇൻക്ലൂഡിംഗ് എ ന്യൂ പ്രിഫേസ് ഓൺ ദ റൈസ് ഓഫ് ChatGPT. ഇത് അറ്റ്ലീസ്റ്റ് ഈ പ്രീ ChatGPT കാലഘട്ടത്തിൽ എഴുതിയതാണെങ്കിലും ഈ മറ്റേ സെർച്ച് ഡൺ റൈറ്റ് എന്നുള്ള ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ദിസ് ബുക്ക് ഈസ് വാലിഡ്. ഇതിൽ കുറെ ട്രിക്സ് ഉണ്ട്. ജുനൈദ് മുബീൻ ബ്രില്യന്റ് റിട്ടൺ ബുക്കാ. നിങ്ങൾ വാങ്ങിച്ചത്? അത് ഞാൻ മറ്റേ പണ്ട് പടവെട്ടപ്പോ കണ്ടതാണോ, നിങ്ങൾ എവിടെയെങ്കിലും തപ്പിയാണോ? അപ്പൊ ഇന്ന് ഞാനിപ്പോ ഈ ചർച്ച കാരണം ഞാനിപ്പോ ലണ്ടനിലോട്ട് പോകും കുറച്ച് കഴിയുമ്പോ. ഞാനിത് എടുത്തോണ്ട് പോകുമ്പോ ഇത് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഈ ബുക്ക് വായിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടി. അല്ല, അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. അതായത് അങ്ങനത്തെ ഹ്യൂമൻ ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ട് ഇതിനെ ഓവർകം ചെയ്യേണ്ടി വരും. അതാ പറഞ്ഞ LLMs ആൻഡ് ഹ്യൂമൻ ഈഗോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലല്ലോ. അപ്പൊ മിക്ക നൈവ് ആൾക്കാരെയും നമ്മൾ പറഞ്ഞേ ChatGPT ഒക്കെ ചെയ്യണത് പാപമാണെന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ അപ്പൊ നമ്മൾ പറയുമ്പോ വാശി ചെയ്യും. അപ്പൊ ഈ മറ്റേ ചുറ്റുള്ളവർ കുറെ പേര് ഇങ്ങനെ എന്താ പറയാ, നിങ്ങളെ മണ്ഡറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മണ്ഡറാന്ന് വിചാരിക്കൂലേ? മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഇതിന്റെ ഇമ്പാക്ട് ചുറ്റും വരാതിരിക്കാൻ. അല്ലെങ്കിൽ ദിസ് വിൽ. അപ്പൊ ബെസ്റ്റ് വാട്ട് എവർ ഇതുണ്ടെങ്കിലും provisionally believe that okay, this is going to affect us and try to leverage it whenever this thing and learn about okay എങ്ങനെ മോഡേൺ ഏജിൽ കോമ്പറ്റീറ്റീവ്നെസ്സും ഹ്യൂമൻനെസ് അല്ലെങ്കിൽ ഞാൻ അതിനെ മൃഗത്വം എന്ന് പറയും, നമ്മുടെ മൃഗത്വം എങ്ങനെ ഇത് ചെയ്യാന്നുള്ളതിന് നല്ലൊരു ത്രെട്ടാണ്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ കുറെ ഈ ഫസ്റ്റ് വൈൽ ലൂപ്പ് ഒക്കെ എഴുതി നമ്മൾ ജീവിച്ചിട്ടുണ്ട് ആൾക്കാരെ പറ്റിച്ച്. മനസ്സിലായോ?
അത് പറ്റൂല. അങ്ങനെയല്ലേ ഇപ്പൊ അതായത് ഒരു മേ ബി ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ട് അത് ആക്ഷനിൽ എത്താനുള്ള ടൈം 1 കൊല്ലത്തിൽ നിന്ന് 1 മാസത്തേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു 12-fold ഇൻക്രീസ് ഉണ്ട്. അത് ചെറിയ കാര്യമല്ല. അപ്പൊ ഈ ഡിസിഷൻ മേക്കേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആക്സലറേറ്റഡ് ആവില്ലേ? ഈ പണ്ടത്തെ പ്രോഗ്രാമേഴ്സ് ഒക്കെ ഇപ്പൊ സിഇഒ ഡിഗ്രി ഉണ്ട്. അവൻ വീക്കെൻഡില് മറ്റേ ബിൽഗേറ്റ്സ് ഒക്കെ ചെയ്യണ ഒരു റിട്രീറ്റിൽ പോയിരുന്ന് ഒരു 40 മണിക്കൂറൊക്കെ ചാറ്റ് ചെയ്ത് ചിലപ്പോ വലിയ സോഫ്റ്റ്വെയർ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത് അല്ല, പക്ഷെ അപ്പോഴും മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പൊളിറ്റിക്കൽ അക്യൂമൻ, ഇപ്പൊ ഐൻസ്റ്റൈൻ ആയിട്ടും കാര്യമില്ല. ഒരുത്തൻ 2 തെറി പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു തെറി പറയാൻ പറ്റിയില്ലെങ്കിൽ നോളജ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഫെയർ പ്ലേ ഉള്ള സ്ഥലത്തല്ലേ. ഇപ്പൊ പൊളിറ്റിക്കലി കറക്റ്റ് എൻവയോൺമെന്റില് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഫുൾ പാര. മനസ്സിലായ? അങ്ങനെയല്ല, ആന്റി പാറ്റേൺസ് സെർച്ചിൽ മുകളിൽ വന്ന് എന്ത് ചെയ്യും അല്ലേ? ഇനി കൾച്ചറൽ കാര്യങ്ങൾ എടുക്കണ്ട. വേൾഡ് ഒറ്റ കൾച്ചറാന്ന് വിചാരിക്കണേ. അപ്പൊ വാട്ട് ഈസ് ട്രൂ ഫോർ അമേരിക്ക ആയിരിക്കണം എന്നുണ്ടോ? വാട്ട് ഈസ് ട്രൂ ഫോർ അസ്? അതില്ല, പക്ഷെ ഔട്ട്സോഴ്സ് ചെയ്ത് തന്നെ വർക്കിനെ ബാധിക്കും. അല്ല, ഇത് ഞാൻ പറയട്ടെ, ദിസ് ഈസ് ഗോയിങ് ടു സ്ക്രൂ മെനി തിങ്സ്. മനസ്സിലായില്ലേ? അത് ഡൗട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ തിരിച്ചു പിടിക്കണമല്ലോ വേൾഡ്. അതായത് 2017 അറ്റൻഷൻ ഈസ് ആൾ യു നീഡ് എന്നുള്ളൊരു പേപ്പറിൽ നിന്ന് തുടങ്ങിയതാണുള്ളത് ഇതെല്ലാം. ആരെങ്കിലും $1 ബില്യൺ ഒക്കെ ട്രെയിനിങ്ങിനൊക്കെ ഇടുമെന്ന് വിചാരിച്ചാ? കാരണം ഇത് മിനിയേച്ചർ ഫോമിൽ ബർട്ട് ബാർഡ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഈ എല്ലാ മെഷീൻ ലേണിംഗ് കണൽസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സാധനം. മനസ്സിലായ? ഇതിപ്പോ ലാർജ് ഇതില് ഇത് ട്രെയിൻ ചെയ്തപ്പോഴാണ് ദിസ് ബിക്കേം എ എന്താ പറയാ ഒരു വലിയ കാര്യം. അപ്പൊ നമുക്കിതൊന്ന് മറ്റേ വൈൻഡ് ചെയ്താലോ? ഞാൻ ഒന്ന് സമ്മറി ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് പോയിന്റ്സ് കിട്ടിയില്ലേ? ഓക്കെ. അപ്പോ ഇന്നത്തെ ചർച്ച പ്രോഗ്രാമർ ഇൻ ദ ടൈംസ് ഓഫ് അറ്റ് ദ ടൈംസ് ഓഫ് LLM ആൻഡ് AI ആയിരുന്നു. അപ്പോ LLM സെർച്ച് ഡൺ റൈറ്റ് ആണെങ്കിലും അതിന്റെ സോഷ്യൽ ഇമ്പാക്ട്, മറ്റേ ഹ്യൂമൻ ഇൻഡിവിജ്വൽസിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് ഹ്യൂജ് ആയിരിക്കും. അത് കൺസ്ട്രക്റ്റീവ് ഡിസ്റപ്ഷൻ ആയിരിക്കണം എന്നില്ല. ഇറ്റ് വിൽ ബി ഡിസ്റപ്ഷൻ ഓഫ് ദി വേസ് ഓഫ് ദി ലൈഫ്. അപ്പോൾ ഇത് ചിലപ്പോ IT ഇൻഡസ്ട്രിയിൽ മാത്രമായിട്ടൊക്കെ ഇത് ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ വൈഡർ സൊസൈറ്റിയിലോട്ട് ഇത് ഇറങ്ങുമ്പോൾ പ്രോഗ്രാമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര ഇതുണ്ട്. പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രോഗ്രാമേഴ്സിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് പോയി കിട്ടും. POC ഒന്നും ചെയ്ത് ചിലപ്പോ ലേൺ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പോ ഇഫ് യു വാണ്ട് ടു ഫിക്സ് സർട്ടൻ ബഗ്സ്, അപ്പോ എന്താ പറയാ ഒരു സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ കേർണലില് മറ്റേ ഈ ഐജൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെർച്ചിൽ നിന്ന് മാത്രം ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. ചിലപ്പോൾ 10 പ്രോംപ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷെ 10 പ്രോംപ്റ്റ് എങ്ങനെ ഇന്റർപ്രെയിൻ ചെയ്യണം, അവിടെയൊക്കെയാണ് ഹ്യൂമൻ എലമെന്റ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര പൊളിറ്റിക്കൽ ഇതുണ്ടാക്കും. മാനേജേഴ്സ്, ഓപ്പറേഷൻസ്, പ്രൊഡക്റ്റ് സപ്പോർട്ട് പീപ്പിൾ അല്ലെങ്കിൽ തന്നെ പ്രോഗ്രാമേഴ്സിനെ വളരെ പുച്ഛത്തോടെ കാണുന്നത്. അപ്പൊ ഇത് ആക്സിലറേറ്റ് ചെയ്യും അവരുടെ മറ്റേ എന്താ പറയാ ഒരു ഗ്രിന്നും അവരുടെ ആ എന്താ പറയാ ഈ 3 ഇഡിയറ്റ്സിലെ ആ പഠിപ്പ് പയ്യന്റെ ആ പുച്ഛമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവനാണ് ജയിക്കുന്ന ലൈഫിൽ എപ്പോഴും. അപ്പോ പിന്നെ ബിസിനസ് അനലിസ്റ്റ് ആൻഡ് പ്രൊഡക്ട് മാനേജർ വിൽ സ്പീക്ക് ലൈക്ക് ആൻ ആർക്കിടെക്ട്. ഹി വിൽ ട്രിവിയലൈസ് എവറിത്തിങ് വിച്ച് പ്രോഗ്രാമർ ഡസ്. അപ്പൊ ഇവന്റെ സെൽഫ് എസ്റ്റീം ഫർദർ കുറയും. പിന്നെ പ്രോഗ്രാമേഴ്സിന് അടുത്ത വരാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT വെച്ചല്ലേ നീ അത് എഴുതിയേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹ്യൂമൻ ഈഗോന് സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം ഇപ്പൊ ആൾക്കാർ മെയിൽ അയക്കാൻ വരെ ChatGPT ഉപയോഗിക്കുന്നുണ്ട്. അത്
ടൈം സേവ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു മിക്ക പ്രോഗ്രാമേഴ്സും അവരുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സിനിമ കാണാനോ മറ്റേനൊക്കെയാ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അറിയാവുന്ന എഴുത്തും കൂട്ടാൻ അറിയാവുന്ന കണക്കും ഒന്നും ഇല്ലെങ്കിൽ ഒരു ഓൺ ദ ഫ്ലൈ സിറ്റുവേഷനിൽ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ അല്ലെങ്കിൽ ടൈപ്പ് 1 ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യാം ആൾക്കാരുടെ. ടൈപ്പ് 1 ടൈപ്പ് 2 ഇന്റലിജൻസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഡെലിബറേറ്റീവ് തിങ്കിങ്ങിന് ഇത് നല്ലതാണെങ്കിലും ഇൻസ്റ്റിങ്റ്റീവ് തിങ്കിങ് ഉണ്ട്. അതിലാണ് നമ്മൾ മിക്ക ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അവിടെ അത് ഹെർട്ട് ചെയ്യും. പിന്നെ എങ്ങനെയാണ് ChatGPT കോപ്പൈലറ്റിനെ LLMന്റെ അറ്റാക്ക് വന്നാൽ അതെങ്ങനെ ഈ ഇന്റലക്ച്വൽ ലെവലിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. പൊളിറ്റിക്കൽ ലെവലിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, പിന്നെ എങ്ങനെയാണ് അത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കൊണ്ടുവരികയും ആൾക്കാരുടെ സൈക്കോളജിയും ഇതൊക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ വി വിൽ ബി ഏബിൾ ടു എന്താ പറയുക ഈ വിത്ത്സ്റ്റാൻഡ് ദിസ് റെവല്യൂഷൻ എന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പിന്നെ വി ആൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ഓക്കെ ഹൗ ഇറ്റ് ക്യാൻ ലിവറേജ് അവർ or how we can leverage this to further our learning. ഇപ്പോൾ പണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാം, പക്ഷെ അത് ഒരു ഇന്റലക്ച്വൽ ലെവൽ അത് ഒതുങ്ങി പോകുന്നതാണ് വിചാരിക്കുന്നത്. കാരണം അത് നിങ്ങൾ പ്രാക്ടിക്കൽ ലെവലിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ഫ്ലൈ ആവണമെന്നില്ല. പൊളിറ്റിക്കൽ അതോറിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് എൻഫോഴ്സ് ചെയ്യാവുന്നേ ഉള്ളൂ, എഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പോൾ ഫൈനലി നിങ്ങളുടെ ഗ്രൂപ്പും അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയാണ് തീരുമാനിക്കാൻ പോണേ ഇതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ പ്രൊഡക്ട്സിലോട്ട് മറ്റേ LLMs കുത്തിക്കയറ്റിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പറയത്തക്ക മറ്റേ ബൂസ്റ്റർ മിക്ക സ്ഥലത്തും ഇല്ലെങ്കിലും അതൊരു എസെൻഷ്യൽ ഘടകമായിട്ടിരിക്കും. അത് നേരത്തെ പറഞ്ഞ മാതിരി 10ാം ക്ലാസ് യോഗ്യത മതിയായിരുന്നു പിയൂണെങ്കിൽ ഇപ്പൊ PhD-കാരൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ ആർക്കും ഗുണമില്ലാണ്ടായ മാതിരിയുള്ള ഒരു പ്രശ്നം വരാം. പിന്നെ അത് ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുകയും ഹൗ ക്യാൻ വി ഡു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ബെറ്റർ when there is problem solution domain divergence. അതായത് പ്രോബ്ലം ഡൊമൈൻ സൊല്യൂഷൻ ഡൊമൈൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പൊ ഡാറ്റ കംപ്രഷൻ എക്സാമ്പിൾ ഞാൻ എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. അതിപ്പോ കംപ്രസ്, എക്സ്പാൻഡ്, കംപ്രഷൻ റേഷ്യോ, ഇൻഫർമേഷൻ ഗെയിൻ, എൻട്രോപ്പി, അങ്ങനെ ഒരു 10-30 ടേംസിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. പക്ഷെ സൊല്യൂഷൻ ഹഫ്മാൻ എൻകോഡിങ് ഒരു രീതിയിലായിരിക്കും. ഷാൻഫാൻ ഇത് തന്നെ വേരിയബിൾ ലെങ്ത് എൻകോഡിങ് ആണെന്ന് വിചാരിക്കാം. ഡിക്ഷണറി അൽഗോരിതം തന്നെ 3-4 എണ്ണം ഇതുണ്ട്. പിന്നെ ലോസി കംപ്രഷനൊക്കെ എൻറ്റയർ സയൻസ് തന്നെ വരും. അപ്പോ നിങ്ങൾക്ക് ഒരു സാധനത്തിന് ബൂട്ട് സ്ട്രാപ്പ് കിട്ടിയിട്ട് കാര്യമില്ല. ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽസ്. അപ്പൊ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രോംപ്റ്റ് എഞ്ചിനീയർ ചെയ്യുമ്പോൾ ഒരു ടീം ലെവൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഡെവലപ്പറിനെ അതെങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വേറൊരു ചർച്ച നടന്നത് ചെസ് നടന്ന മാതിരി, അതായത് ഇപ്പോൾ മെഷീൻസ് ക്യാൻ ആൾവേസ് ബീറ്റ് ഹ്യൂമൻസ്, ബട്ട് അതുകൊണ്ട് ഹ്യൂമൻ ചെസ് ടൂർണമെന്റിനൊന്നും പ്രസക്തിയില്ല ആവുന്നില്ല. അപ്പൊ ഇപ്പോഴും മെമ്മറി ടെസ്റ്റും മറ്റേതൊക്കെ നടക്കും. അപ്പൊ ആ പറയുന്ന ഒരു ലെവലിൽ അങ്ങനെ ഒരു ഹ്യൂമൻ മെഷീൻ കോ എക്സിസ്റ്റൻസ് സാധ്യമാണ്. പിന്നെ വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് 20% ഓഫ് എനി പ്രൊജക്ട്, അത് ഒരു വലിയ പ്രോബ്ലമാണ്. ChatGPT and Copilot gives us early bootstrapping advantage. Like in any other project, 80% of the work happens in the last 20%. അപ്പൊ അവിടെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമോ? അപ്പോഴേക്കും ഡെവലപ്പേഴ്സ് ടയേർഡോ, ചിലപ്പോ ഈ ഒരു മിക്ക സാധനം പഠിക്കുമ്പോൾ ഒരു കണ്ടീഷനിങ് ഉണ്ട് ആ പ്രൊജക്റ്റ് ആയിട്ട്. അപ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് സാധ്യമാണെങ്കിൽ ഒരു ലോ ജോമെട്രിക് പ്രോഗ്രഷനിൽ കുറച്ച് പോയാലേ ആക്സലറേഷൻ കിട്ടുള്ളൂ. ഒരു വണ്ടി 12 സെക്കൻഡ് കഴിഞ്ഞാലേ 60 ഇതൊക്കെ പണ്ട് പരസ്യം വന്ന മാതിരി. അവിടെ ഇതൊരു വലിയ പ്രോബ്ലമാണ്. പിന്നെ ഏറ്റവും വലിയ ഹോപ്പ് ഫോർ ദ ഡെവലപ്പേഴ്സ് എന്ന് പറയാം, എ ബഗ് ക്രിയേറ്റഡ് ബൈ ആൻ ഓട്ടോമേഷൻ, if at all okay this process is automated, cannot be rectified by another automation. That seems to be something which will stand for 1000 years. So basically ChatGPT LLM എന്താണെന്നും LLMന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്നും LLM എങ്ങനെയൊക്കെ ആപ്ലിക്കേഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്നും LLM ഉള്ള ഏജിൽ എങ്ങനെ ഹ്യൂമൻ പ്രസക്തി നിലനിർത്താം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആഴ്ചയിൽ 2 ദിവസം ഉപവാസം ഇരിക്കണ മാതിരി തന്നെ നമ്മുടെ ഹൈപ്പർ ഡിജിറ്റൽ ആവാതെ ആ ദിവസങ്ങളിൽ, വീക്കെൻഡ് അല്ലാത്ത ഏതെങ്കിലും 2 ദിവസങ്ങളിൽ മറ്റേ നിങ്ങളൊരു ഓൾഡ് സ്റ്റൈൽ പ്രീ ChatGPT ഇൻഡിവിജ്വലായി ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഓക്കെ, ഈവൻ ഇഫ് യു ഹാവ് ഗോട്ട് കാൽക്കുലേറ്റർ യു വിൽ ആക്ച്വലി ട്രൈ ടു മൾട്ടിപ്ലൈ 78 and 82, or at least okay that will help you to remember a plus b into a minus b എന്താണെന്നുള്ളത്.
അതായത് 78 into 82 എന്ന് പറയുമ്പോൾ 80 + 2 into 80 - 2, അപ്പോൾ 80 സ്ക്വയർ -4, അപ്പോൾ എന്താ പറയുക 6396 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. അപ്പോൾ പെർഹാപ്സ് ഇറ്റ് വിൽ ആക്ച്വലി ഓഗ്മെന്റ് യു. അപ്പോൾ ആ ഓൾഡ് സ്റ്റൈൽ, ആ ഹ്യൂമൻ നേച്ചർ, അതായത് നമ്മുടെ ഉള്ള മൃഗത്വം നിലനിർത്തുക. അപ്പോൾ മൃഗത്വം എന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്ത് ടെക്നോളജി വന്നു കഴിഞ്ഞാലും നീന്താൻ പഠിക്കണം, ചെളിയിൽ ഉരുളാൻ പഠിക്കണം, ചോര പഠിയാതെ സൈക്കിൾ പഠിക്കില്ല, മരം കയറാൻ പഠിക്കണം. അപ്പൊ ഈ സ്കില്ലൊക്കെ നിങ്ങളെ എപ്പോഴും സെയിനായിട്ട് ഇരുത്തും. അപ്പൊ അവിടെ നിന്ന് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജിയുടെ ചേഞ്ചസ് ഒക്കെ ഇറ്റ് വിൽ ആൾസോ പാസ് എന്ന് നമ്മൾ ഹോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.